നമസ്കാരം. കേരള കണക്റ്റിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ബ്യൂറോക്രസിയെ എപ്പോഴും ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു തലപ്പത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് സിവിൽ സർവൻസ് ആണല്ലേ. IAS, അതുപോലെ പോലീസ്, ആഭ്യന്തര കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ IPS, അങ്ങനെ മെയിൻ സ്ട്രീമിൽ സിവിൽ സർവീസ് എക്സാം ക്വാളിഫൈ ചെയ്ത് വരുന്നവരാണ് ലീഡ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ നല്ല രീതിയിൽ തന്നെ മോൾഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന വ്യക്തിത്വങ്ങളുമാണ്. സിവിൽ സർവീസ് എക്സാം റിസൾട്ട് ഓരോ തവണയും വന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും അഭിമാനിക്കാറുണ്ട്. നമ്മളെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള മലയാളി കുട്ടികൾ പലരും കടന്നു വരുമ്പോൾ. അപ്പോൾ അവർ ഒരൊറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കുന്നതല്ല. അവരുടെ സക്സസ് ഒരു ദിവസം വലിയ വാർത്തയായിട്ട് വരുന്നെങ്കിലും അവരുടെ എത്രയോ ഉറങ്ങാത്ത രാത്രികളുടെ അധ്വാനം അല്ലേ, രാത്രിയെ പകലാക്കിയിട്ടുള്ള അധ്വാനത്തിന് ശേഷമാണ് സിവിൽ സർവൻസ് ആയിട്ട് അവർ മുഖ്യധാരയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ എല്ലാ കാലത്തും നമ്മുടെ ഇന്ത്യ രാജ്യം ഉള്ളിടത്തോളം കാലം ഞാൻ വിചാരിക്കുന്നു റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സിവിൽ സർവീസ് രംഗത്തെ സാധ്യതകൾ, പുത്തൻ സാധ്യതകളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും ആധികാരികമായിട്ട് ഇത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളാണ് നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത്. സിവിൽ സർവീസ് മെൻറ്റർ ആയിട്ടുള്ള ശ്രീ ഹരി ഗോവിന്ദൻ M ആണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. അപ്പം ACV വ്യൂവേഴ്സിനോട് നിങ്ങൾക്കൊക്കെ അറിയാം, 1 മണിക്കൂർ ഡ്യൂറേഷനുള്ള ലൈവ് ഫോണിൻ പ്രോഗ്രാമാണ്. അപ്പോൾ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയൽ ചെയ്ത് ശ്രീ ഹരി ഗോവിന്ദൻ സാറിനോട് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. കൂടാതെ വാട്സപ്പ് നമ്പറും ഡിസ്പ്ലേയിലുണ്ട്. വാട്സാപ്പായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതിനും ഇന്നത്തെ ഈ ലൈവ് സെഷനിൽ തന്നെ അദ്ദേഹം മറുപടി നൽകുന്നതായിരിക്കും. അപ്പം ഒരു റിക്വസ്റ്റ് ഉള്ളത്, വാട്സപ്പ് നമ്പർ എക്സ്ക്ലൂസീവ്ലി ഫോർ വാട്സാപ്പ് ആണ്. അപ്പോൾ വാട്സാപ്പ് നമ്പറിലേക്ക് ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് എന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കോൾ ചെയ്യാനായിട്ട് കോൾ ചെയ്യേണ്ട നമ്പർ നമുക്ക് ഡിസ്പ്ലേയിലുണ്ട്, അതിൽ വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം. സർ, ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യ എത്ര നാളുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം അതിനൊരു റെലവൻസ് ഉള്ളൊരു വിഷയമാണ് ഈ സിവിൽ സർവീസിൻ്റെ സാധ്യതകളെന്ന് പറയുന്ന വിഷയം. ഒരിടക്കാലത്ത് അത്രയധികം മലയാളികളൊന്നും അതിനകത്ത് ഇങ്ങനെ ജയിച്ചു വരുന്ന വാർത്ത കേട്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിലുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ സിവിൽ സർവീസിൽ നമ്മുടെ മലയാളി കുട്ടികൾ നേടി വരികയും അവർ വളരെ നല്ല രീതിയിൽ തന്നെ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്നതും കേരള കേഡറിൽ തന്നെ വന്ന് മിന്നുന്നതും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും സിവിൽ സർവീസിൻ്റെ സാധ്യതകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ഒരു കുട്ടി സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ടത് എപ്പോഴാണ് എന്നുള്ളത്. കാരണം ഇപ്പോൾ 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ കുട്ടികളെ കോച്ചിങ്ങിന് വിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. എല്ലാവർക്കും നമസ്കാരം. എപ്പോഴാണ് നിങ്ങൾ ചോദിച്ച എൻ്റെ മനസ്സിലാക്കിയിടത്തോളം എപ്പോഴാണ് ഒരു ആസ്പിരന്റ് ജനിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒരു കുട്ടിയെ എപ്പോഴാണ് ഒരു ആസ്പിരന്റ് ജനിക്കുന്നതും ജനിക്കേണ്ടതും രണ്ടും? തീർച്ചയായിട്ടും. നോർമലി നമ്മളൊക്കെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആസ്പിരന്റ് ജനിക്കുക എന്ന് പറയുന്നത് എനിക്ക് സിവിൽ സർവൻ്റ് ആവണം എന്ന് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴാണ് ജനിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ 5ാം ക്ലാസ്, ഓക്കെ, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പ്രഷർ അതിൻ്റെ ഒരു വശത്തുണ്ട്. പക്ഷേ ചില കുട്ടികളങ്ങനെ ജെന്യൂനായിട്ട് 5ാം ക്ലാസ് തൊട്ടേ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പേഴ്സണലി അറിയാം. പക്ഷേ നല്ലൊരു ശതമാനം കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ചോദ്യം പോലും ഉണ്ടാകുന്നത്, എത്രാം ക്ലാസ് മുതൽ എന്നുള്ളത്. ആക്ച്വലി അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇപ്പം മാർക്കറ്റ് അങ്ങനെ ഡൈവേഴ്സ് ആയിപ്പോയി. പല ആൾക്കാരും മാർക്കറ്റ് ചെയ്യുന്നതും അങ്ങനെ കൊണ്ടാണ്. ഒരാൾക്ക് സിവിൽ സർവൻ്റ് ആവണം എന്ന് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ ആസ്പിരൻ്റ് ഉണ്ടാവും. അപ്പോൾ അയാൾ തൊട്ട് അയാൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. അത് 5 ആണെങ്കിലും ശരി, 10 ആണെങ്കിലും ശരി, +1 ആണെങ്കിലും ശരി, +2 എത്രയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എത്ര വൈകി ചിന്തിക്കാം. അങ്ങനെ ഒരു ടു ദ മാക്സിമം ഒരു കുട്ടി ഒരു 10 കഴിഞ്ഞാലെങ്കിലും സീരിയസ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിവിൽ സർവീസിൽ പോകുന്ന സമയത്ത് മാം പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്. 1ാം റാങ്ക് ഉണ്ട്, 2ാം റാങ്ക് ഉണ്ട്, 3 ഒക്കെ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം റാങ്കുകൾ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ മലയാളികൾക്ക്. തീർച്ചയായിട്ടും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 44 എന്നൊക്കെ കണക്കാക്കുന്നു. നോക്കൂ, 950+ ജയിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്ന് ഒരു 40 വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ മോശമായിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നാണ് ഇതിനേക്കാൾ ബെറ്റർ റിസൾട്ട് വരുന്നത്. അപ്പം കേരളത്തിലെ ആൾക്കാർ കുറവാണ്, പക്ഷേ കയറി വരുന്നുണ്ട്. 1 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏജ് താരതമ്യേന കൂടുതലുള്ള ആൾക്കാരും വരുന്നുണ്ട്.
താരതമ്യേന കൂടുതലാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയും. കാരണം ഞാനൊക്കെ ഡൽഹിയിൽ പോയിട്ട് ഇതേപോലത്തെ ഫെലിസിറ്റേഷൻ്റെ ഒക്കെ പ്രോഗ്രാം കാണുന്ന സമയത്ത് യങ്സ്റ്റേഴ്സ് 21ാമത്തെ വയസ്സിൽ സിവിൽ സർവീസ് കിട്ടും, ഹൈപ്പോത്തറ്റിക്കലാണ്, കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം അയാൾ 21ാമത്തെ പിറന്നാൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞ് കാണാം. കേരളത്തിൽ അതേപോലത്തെ വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. ഇതിനൊരു റീസൺ എന്താ വെച്ചാൽ നമ്മൾ മലയാളികൾ പൊതുവെ കുറച്ച് വൈകിട്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വൈകിട്ടാണ്. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പലരും ചിന്തിക്കുന്നത്. അതേസമയം നോർത്ത് ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റിലുള്ള ആൾക്കാർ വളരെ ചെറുപ്പം തൊട്ടേ, ഞാൻ പറഞ്ഞില്ല, ഒരു 10ാം ക്ലാസ് തൊട്ടേ, എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന കുറച്ച് പേരുണ്ട്, അവർ +2 പോലും പ്രൈവറ്റ് ആയിട്ട് പഠിച്ചിട്ട് സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അവർ 21 വയസ്സാകുമ്പോഴേക്കും കൃത്യമായിട്ട് അവർ സിലബസ് കവർ ചെയ്ത് അവർ എക്സാമിന് റെഡി ആയിരിക്കും. അപ്പോൾ ഈ +2 മുന്നേ തീരുമാനിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, സിവിൽ സർവീസിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡാണ്. ഒരാൾക്ക് ഇപ്പോൾ ഫോറസ്റ്റ് സർവീസാണ് ഇഷ്ടം, അയാൾ എടുത്തു കൊമേഴ്സ് എടുത്തു +2-ന്, ഒരു കാര്യമില്ല. കാരണം സയൻസ് വേണം, ഡിഗ്രി ഗ്രാജുവേഷൻ വേണം, അയാൾ പോയി, ചാൻസ് പോയി. അതേസമയം മുന്നേ ഒരു 10-ന് മുന്നേ അയാൾ തീരുമാനിക്കുകയാണ് എനിക്കൊരു ഫോറസ്റ്റ് സർവീസ് ഓഫീസർ ആവണമെന്ന് വിചാരിക്കണം, IFOS തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ +2-ന് സയൻസ് എടുത്ത് ഒരു സയൻസ് സബ്ജക്റ്റ് ഗ്രാജുവേഷനിൽ പോയാൽ മാത്രമേ അയാൾക്ക് ഇത് എത്താൻ പറ്റുള്ളൂ. ക്വാളിഫിക്കേഷൻ അയാൾ പുറത്തേക്ക് പോയി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ എത്തുന്ന ഒരാൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ, തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 21ാമത്തെ വയസ്സിൽ നല്ലതായിട്ട് എത്താം. വളരെ പ്ലാൻഡ് ആയിട്ട്, അതായത് 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ +1 +2-ന് നമ്മൾ ഏത് സ്ട്രീമാണ് എടുക്കേണ്ടത് അതെടുത്ത് പഠിക്കുന്നു, അതിനുശേഷം നന്നായിട്ട് ഡിഗ്രി ചെയ്ത്, അല്ലേ? അതിലൊരു പ്ലാനിങ്ങിൻ്റെ ഒരു വശം കൂടിയുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ നോർമൽ പാറ്റേൺ ഇപ്പോൾ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട് പോകുന്നു എക്സാമിനേഷന്. ഉദാഹരണത്തിന് ഞാനിപ്പം സുവോളജി എടുക്കാൻ തീരുമാനിച്ചു ഓപ്ഷണലായിട്ട്. വളരെ മുന്നേ ഞാൻ തീരുമാനിക്കുകയാണ് സുവോളജിയാണ് എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ്. അദ്ദേഹം +2-ന് സയൻസ് എടുക്കുന്നു, ബയോ സയൻസ് എടുക്കുന്നു. ഇപ്പോഴത്തെ +2 NCERT ആണ് എല്ലാത്തിലും വരും. NCERT-ൽ എടുത്തിട്ടുണ്ടെങ്കിൽ 5 കിൻഡം ക്ലാസിഫിക്കേഷനൊക്കെ അയാൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ആ എക്സാമിന് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഡിഗ്രി 3 വർഷം അയാളിപ്പോൾ ഒരു സുവോളജി എടുത്ത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുവോളജീൻ്റെ ഫസ്റ്റ് പേപ്പർ അയാൾ കംപ്ലീറ്റ് ആയി. പിന്നെ കുറച്ച് സെക്കൻഡ് പേപ്പറും കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 70-80% ഡിഗ്രി കഴിയുന്നതോടുകൂടി ഓപ്ഷണൽ പേപ്പറും കഴിയും. അപ്പോൾ മാഡം പറഞ്ഞതുപോലെ പ്ലാൻഡ് ആയിട്ട് അയാൾക്ക് എൻട്രി ചെയ്യാൻ പറ്റും. പൊതുവേ മലയാളികൾ, പൊതുവേ എല്ലാവരും അല്ലേ, പൊതുവേ മലയാളികൾ ചെയ്യുക അൺപ്ലാൻഡ് ആയിട്ട് ഞാൻ ഒരു ഡിഗ്രി കഴിയട്ടെ എന്നിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ അപ്പോഴേക്ക് എന്താ വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർ നമ്മളെക്കാൾ ഒരു 20% എഡ്ജ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര വൈകിട്ടുള്ളതെന്ന് ചോദിച്ചില്ലേ, പല ആൾക്കാരും ഇപ്പോഴും ചോദിക്കുമ്പോൾ ഡിഗ്രി കഴിയട്ടെ ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറയാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കൂ, 21 വയസ്സാണ് ഏതാണ്ട് ഒരാൾ ഡിഗ്രി കഴിയുക. ഈ 21ാമത്തെ വയസ്സിൽ ഒരാൾ ഡിഗ്രി കഴിഞ്ഞു, ഒരു ആൺകുട്ടി എടുക്കൂ ഫോർ എക്സാമ്പിൾ, അയാളെ മുകളിലടുത്ത് പ്രഷർ തുടങ്ങും. അച്ഛനമ്മയും ചോദിക്കാൻ തുടങ്ങും, പണിക്ക് പോകുന്നില്ലേ, PGക്ക് പോകുന്നില്ലേ, കുറേ ചോദ്യം അയാൾ കേൾക്കാനുണ്ട്. അച്ഛനമ്മയും ചോദിച്ചില്ല എന്നിരിക്കട്ടെ, ബന്ധുക്കൾ ചോദിക്കും, നിനക്കൊരു പണിയില്ല. ഈ പ്രഷറിൻ്റെ മുകളിലാണ് അയാൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആക്ച്വലി അയാൾ ഹരിശ്രീ തുടങ്ങുന്നതിൻ്റെ മുകളിലാണ്. അപ്പോൾ അയാൾക്ക് താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യം റെലവൻ്റ് ആണ്. അതേസമയം മുന്നേ അയാൾ തീരുമാനിക്കുകയാണ് ഞാൻ ഇതിന് പോകുന്നു തീരുമാനിച്ച് ഒരു 5 വർഷം കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അയാൾ ഒരു 50% സിലബസ് ഒക്കെ അയാൾക്ക് കവർ ചെയ്യാൻ സാധിച്ചാൽ ഒരു 21ാമത്തെ വയസ്സ് ചോദിക്കാന്നുണ്ടെങ്കിൽ അയാൾക്ക് ധൈര്യത്തോടു കൂടി പറയാം ഞാൻ ഇതിനാണ് പോകുന്നത്. കാരണം ഐ ഓൾറെഡി കംപ്ലീറ്റഡ് ഇത്ര ശതമാനം എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ മാം ചോദിച്ചതിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് 10ാം ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി തീരുമാനിക്കുന്നതാണ് ജയം ഏറ്റവും അടുത്തെത്താറുള്ള ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും ടോപ്പിലെത്താൻ പറ്റുള്ളൂ. കഴിയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് എൻ്റെ സ്ട്രീം ഇതാണ് എന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവാം. അത് വെച്ച് അല്ലേ ഒരു കുറച്ചുകൂടി ഈസി ആയിട്ടൊരു ജേർണി നടത്താനും പറ്റും. ഈസി ആയിട്ട് ഒരു ജേർണി മാത്രമല്ല സംഭവിക്കുക. നോർമലി നമ്മളൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്, പ്രത്യേകിച്ച് സ്കൂളിൻ്റെ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഇത് ജനറലൈസ് ചെയ്യേണ്ട, ഞാൻ കണ്ട ഒരു സാധനമാണ്. നോർമലി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 9ാം ക്ലാസ്സിൽ ഒരാൾ പഠിച്ച കാര്യം 10ാം ക്ലാസ് ജയിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ ചോദിച്ചാൽ ജമ്മത്തെ ഓർമ്മ ഉണ്ടാവും. ഇതിനതല്ല ആവശ്യം. 9ാം ക്ലാസ് പഠിച്ച സാധനം അയാൾ ഡിഗ്രി കഴിഞ്ഞാൽ ഓർക്കണം. അത് അയാൾക്ക് പർപ്പസ് ഇല്ലാത്തത്. നമ്മളെ ഒരുപക്ഷെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമായിരിക്കാം, കുട്ടീൻ്റെ അല്ലേ, സിസ്റ്റത്തിൻ്റെ ആയിരിക്കാം. അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ നമുക്ക് ഒരു all A+ വേണ്ടിയിട്ടാണ് പുഷ് ചെയ്യുക. ഈ all A+നെ അയാൾ all A+ പിടിക്കും ഷുവറായിട്ടും, പക്ഷെങ്കിൽ അയാൾ ഓർക്കില്ല. ആ ഒരു പ്രശ്നം. നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്, അതൊന്ന്. ഹലോ ഹലോ, കേരള കണക്ട് ആരാണ്? എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ, ഇന്നത്തെ വിഷയം സിവിൽ സർവീസ് രംഗത്തെ സാധ്യതകളെ കുറിച്ചാണ്. സംസാരിക്കാം സാറിനോട്. എനിക്കൊരു ഡൗട്ട് വേണ്ടിയാണ്, എന്റെ മകന് വേണ്ടിയാണ്. അതിലിപ്പം 7th grade ആണ്, സ്റ്റേറ്റ് സിലബസാണ്. അപ്പൊ അവന് വലിയ ആഗ്രഹം സർവീസിൽ പോകണമെന്നാണ്. അപ്പൊ ഒരുപാട് ജനറൽ നോളജ് കുട്ടിയാണ്, എല്ലാ പത്രങ്ങളുമായി
ശരിക്കും ജനറോളജി അറിയാവുന്ന കുട്ടിയാണ്. അപ്പൊ അവന് അങ്ങോട്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്തൊക്കെ ആവശ്യമായി വരും നമ്മൾ ഇഷ്ടപ്പെടാനായിട്ട്? ഒരു 7ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെയാണെന്ന് വെച്ചാൽ വളരെ നല്ല, അയാൾ ആഗ്രഹം ജെന്യൂനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് 1-2 കാര്യം അത് ഞങ്ങൾ സംസാരിച്ച് വരുമായിരുന്നു. അപ്പം ഒന്ന്, അദ്ദേഹം പഠിക്കുന്ന കാര്യം സ്കൂൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് സിവിൽ സർവീസിന് മാത്രം ഫോക്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് ഓക്കെ എന്നാൽ ഫൈൻ. ഓക്കെ, ഒന്ന് അദ്ദേഹം സ്കൂൾ ടോപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അയാൾ ഓർത്ത് വെക്കാനുള്ള ഒരു സിസ്റ്റം കൂടി നമ്മൾ കൊണ്ടുവരണം. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ സർവീസിന് ചോദിക്കുന്ന പല ക്വസ്റ്റ്യനും നമുക്കിപ്പോൾ ഒരു 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ചിലപ്പോൾ NCR സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെന്നുണ്ടെങ്കിലും സെയിം കണ്ടൻ്റ് ആണല്ലോ, പ്രാദേശിക വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് കാരണം പല കുട്ടികളെന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് 8ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 7ാം ക്ലാസ് മറന്നിട്ട് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണം ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിവിൽ സർവീസിന് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളെ കുട്ടി 6ാം ക്ലാസ് പഠിച്ച് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. കാരണം 6ലാണ് ആ സിലബസ് വരുന്നത്, ആൻഷ്യൻ്റ് ഇന്ത്യ വരുന്നത്. ഇല്ല, പാസ്റ്റ് ഇയറിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹാരപ്പൻ്റെ ഡിക്ലൈനെ കുറിച്ച് ആ ക്വസ്റ്റ്യൻ വന്നത്. ആക്ച്വലി ഏതൊരു കുട്ടി 6ാം ക്ലാസ് പഠിച്ച സാധനമാണ്, പക്ഷേ ഇവരിത് മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, GK മാത്രം എന്നുള്ളതല്ല, സിവിൽ സർവീസിലേക്ക് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ കണ്ടംപററി ഇഷ്യൂസ് എന്നാണ് പറയാം GK എന്നുള്ളത്. നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സാധനം ബുള്ളറ്റ് പോയിൻ്റ് ഇട്ട് പഠിക്കാനാണ് ശ്രമിക്കുക. ഉദാഹരണത്തിന് ഹിസ്റ്ററി ഒക്കെ എടുത്ത് പഠിക്കുകയെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി അല്ല, റീസെൻ്റായി G7 ഉച്ചകോടി എവിടെ നടന്നു, അത് PSCക്ക് അതിലുപരിയായിട്ട് കുട്ടീനെക്കുറിച്ച് നമ്മളിപ്പം PSCക്ക് അത് ഓക്കെയാണേ. UPSCക്ക് ആവുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആ സെയിം സാധനത്തിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റി നമ്മൾ കുട്ടീനെ കൊണ്ട് പഠിപ്പിക്കണം. ഉദാഹരണത്തിന് വാട്ട് ആൻഡ് വൈ എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് PSCക്ക് വേണ്ടി വരിക. അതേസമയം സിവിൽ സർവീസിന് വരുന്ന ഹൗ അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഫോർ വാട്ട്, ഇതേപോലത്തെ ഉണ്ടല്ലോ, എന്തുകൊണ്ട്, എങ്ങനെ, ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താ, ഇതേപോലത്തെ സെയിം ടോപ്പിക് ഡിഫറെൻറ്റ് രീതിയിൽ പഠിക്കും. അത് കുട്ടി ആദ്യം ഒരു കുറച്ച് കാലം, ഇപ്പോൾ 7ാം ക്ലാസ്സിലെത്തിയുള്ളൂ, 1-2 വർഷം കുട്ടി നന്നായിട്ട് പേപ്പർ വായിച്ചാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഇൻട്രസ്റ്റ് വിടാണ്ടിരിക്കുക, ലോങ് ടേമിലേക്ക് ടെക്സ്റ്റ് പഠിക്കാൻ ഓർമ്മിക്കാനുള്ളൊരു വഴി നിങ്ങൾ കണ്ടെത്തുക, അതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ, സാറിപ്പോൾ 7ാം ക്ലാസ്സല്ലേ പറഞ്ഞത്. എൻ്റെ ഞാൻ മെൻറ്റർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, 5ാം ക്ലാസ് തൊട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. ഇപ്പം ഡിഗ്രി 2nd ഇയർ എത്തിയിട്ടേ ഉള്ളൂ. പൊളിറ്റിക്കൽ സയൻസാണ് കുട്ടി പഠിക്കുന്നത്. അപ്പം ഇതേപോലെ ചെറുപ്രായത്തിലേ വരുന്ന കുട്ടികളുണ്ട്. അങ്ങനത്തെ കുട്ടികളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവർ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും, ഇപ്പോൾ എൻ്റെ ഈ മെൻറ്റർ ചെയ്യുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിലും ഓരോ ക്ലാസ്സിൽ വരുന്ന എന്നെ പേഴ്സണലി വിളിച്ച് ചോദിക്കും, ഇതെന്ത്, ഇനി 10 കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം, എനിക്കിതാണ് ഇഷ്ടം. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. മിക്കവാറും ഒരു 4 വർഷം കഴിഞ്ഞ് അയാൾ ലിസ്റ്റിൽ വരും. കാരണം ഞാൻ പഠിപ്പിച്ചത് കൊണ്ടല്ല, അയാൾ നല്ല രീതിയിൽ അത് മൈൻഡിൽ വെക്കുന്നുണ്ട്, ഞാൻ ഇത് ചെയ്താൽ എത്തും എന്നുള്ളത്. അപ്പോൾ അതേപോലെ നമ്മൾ ട്യൂൺ ചെയ്ത് കൊടുത്താൽ മതി കുട്ടികൾ ഓരോ ഘട്ടം എത്തുന്ന സമയത്തും. +2 ലെവലിൽ ഹ്യൂമാനിറ്റീസ് ആണോ നല്ലത്? അത് കുറേ കേൾക്കുന്നൊരു ചോദ്യമാണ്. കാരണം എന്താണെന്നറിയോ സാർ, നമുക്ക് വെച്ചാൽ കുട്ടീനെ ആദ്യം ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു 10 വരെ അയാൾ സ്വതന്ത്രമായിട്ട് പഠിക്കട്ടെ. 10 എത്തുമ്പോൾ അയാൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുള്ള ആദ്യം നമുക്ക് നോക്കാം. ചിലപ്പോൾ സയൻസ് ആയിരിക്കാം, ചിലപ്പോൾ ആർട്സ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഉദാഹരണത്തിന് അത് ഇന്നത്തെ ഞങ്ങൾ ഡിസ്കഷനിൽ വരുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് സർവീസ് പോലത്തെ ഒരു സംഗതിയാണ് അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നത് വെച്ചാൽ കമ്പൽസറിയാണ് സയൻസ് എടുത്തിരിക്കണം. അല്ലാത്ത മുറയ്ക്ക് അദ്ദേഹത്തിന് ഏതാണോ ഇഷ്ടമുള്ള സബ്ജക്റ്റ് അത് വേണം അദ്ദേഹം +2 പോകാൻ, അതിൻ്റെത് വേണം അദ്ദേഹത്തിൻ്റെ ഡിഗ്രിക്ക് എടുക്കാൻ. എന്നിരുന്നാൽ അയാൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് തന്നെ വരുന്ന കുറേ കുട്ടികളുണ്ട്. കാരണം അവർ പിന്നെ +2 സയൻസ് എടുക്കും, ഡിഗ്രിക്ക് പോയിട്ട് ആർട്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കും, PG പോയിട്ട് പൊളിറ്റിക്കൽ സയൻസ് എടുക്കും. ഇങ്ങനെ കുറേ സാധനം ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലത് മുന്നേ തൊട്ടേ ടാർഗറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 7 എത്തുള്ളൂ, നന്നായിട്ട് പഠിക്കട്ടെ ആൾ. ഒരു 10 എത്തുമ്പോൾ അയാൾക്ക് ഏതാണോ താല്പര്യം എന്നുള്ളത് നോക്കുക, അതിനനുസരിച്ച് ആ സമയത്ത് ചൂസ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക ഹ്യൂമാനിറ്റീസ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. സാർ, നമ്മളിപ്പോൾ ഈ സിലബസിനെ കുറിച്ച് സംസാരിച്ച് വന്നപ്പോഴാണ് ഇപ്പം NCERT, SCERT, അതുപോലെ ICSE, നമുക്കറിയാത്ത പല പല സിലബസുകൾ, ഇപ്പോൾ ഇൻ്റർനാഷണൽ സിലബസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഈ സിവിൽ സർവീസിന് ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏറ്റവും ഐഡിയൽ എന്ന് നമുക്ക് ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് സജസ്റ്റ് ചെയ്യാനുണ്ടോ? അല്ല, ഏറ്റവും ഒരു ഐഡിയൽ എന്ന് പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, സിവിൽ സർവീസിൻ്റെ ഒരു സിലബസ് തന്നിട്ടുണ്ട്, പക്ഷേ കരിക്കുലം പോലെ ടെക്സ്റ്റ് ഇല്ല ഇതിൽ. ഉദാഹരണത്തിന് നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഷേക്സ്പിയർ, ഇയാൾ ഇന്ന ഡ്രാമ എന്ന് പറഞ്ഞ പുസ്തകം കൊടുക്കും.
സിവിൽ സർവീസിന് സിലബസേ ഉള്ളൂ, ടോപ്പിക്കേ ഉള്ളൂ, പുസ്തകം കൊടുത്തിട്ടില്ല. നമ്മൾ എടുത്തുനിന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നോർമലി നല്ല രീതിയിൽ സിലബസുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നത് NCERTs ആണ്. കാരണം അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ UPSC ഒരു നാഷണൽ ലെവൽ ആയതുകൊണ്ട് ഒരു അങ്ങനെ ആയിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം സ്റ്റേറ്റിൽ ഇപ്പം സ്വാതന്ത്ര്യ സമരം എല്ലാ സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ട്, ഫൈൻ. കേരളത്തിലാവുന്ന സമയത്ത് ചട്ടമ്പി സ്വാമി, അതേപോലെ ശ്രീനാരായണ ഗുരുസ്വാമികൾ, അങ്ങനെ കുറേ ആൾക്കാർ, ഒക്കെ നല്ല ആൾക്കാർ തന്നെയാണ്. പക്ഷേങ്കിൽ നാഷണൽ ലെവലിൽ ഇവരാരും അറിയപ്പെടുന്ന ആൾക്കാരല്ല. അതേസമയം വേറെ കുറേ ആൾക്കാരുണ്ട്, പക്ഷേങ്കിൽ ഈ സെയിം ടൈം പീരീഡ് നമ്മൾ പഠിക്കുന്നുണ്ട്, സിമിലർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു നാഷണൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് NCERT തന്നെയാണ് പ്രിഫറബിളി നല്ലത്. എന്ന് വിചാരിച്ച ഒരു നമ്മളെ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഒരാൾക്ക് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെയില്ല. പക്ഷെ അവൻ മനസ്സിലാക്കിയാൽ മതി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് എന്താണോ ഈ SCERTയിൽ മിസ്സിങ് ഉള്ളത് അത് മാത്രം ഒന്ന് ആഡ് ചെയ്ത് പഠിച്ചാൽ ധാരാളം മതി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ്സിൽ അയാൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തെ സമയമുണ്ട്, അയാൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. റെക്ടിഫിക്കേഷൻ പോസിബിളാണ്. സർ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൻ്റെ ഒരു ടെക്നിക്കലി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതായത് എത്ര പേപ്പേഴ്സ് ഉണ്ട്, എങ്ങനെയാണ്, എത്ര മാർക്ക് വേണം, എത്ര വേക്കൻസീസ് ആണ് വരുന്നത്, എത്ര തവണയാണ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുള്ള, അത്തരത്തിലുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് വരാം. ഒന്ന്, സിവിൽ സർവീസിലേക്ക് എത്തുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ നമ്മളൊരു ടാബു എന്നാണ് ഞാൻ പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്താൻ പറ്റുമോ എത്തില്ലയോ, ഭയങ്കര ടഫാണോ എന്നാണ് ഫസ്റ്റിലത്തെ ഒരു പാരൻറ്റ് പറയാം. നോർമലായിട്ട് എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് പറയാം. പക്ഷെങ്കിൽ ഇതിന് ആദ്യം മനസ്സിലാക്കി ഇതൊരു പൊതുവേ പറയലുണ്ട്, അതായത് ലോകത്തെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാംസിൽ ഒന്നാണ് നമ്മുടെ സിവിൽ സർവീസ് എന്നുള്ളത് അല്ലേ? ഡിഫിക്കൽട്ട് ഒരു പരിധി വരെ ശരിയാണ്, ഒരു പരിധി വരെ തെറ്റുമാണ്, അങ്ങനെ പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു, ഇതൊന്ന് കേട്ടിട്ട് നോക്കൂ, നമ്മൾ അന്ന് അനലൈസ് ചെയ്ത് നോക്കും എന്തുകൊണ്ട് ടഫ്. മറ്റൊരു സൈക്കോളജിക്കൽ ഒരു സാധനമില്ല, ഒരു ഗ്ലാസ് വെള്ളത്തിന് വലിയ വെയിറ്റ് ഇല്ല, പക്ഷേ കുറേ കാലം ഹോൾഡ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുമെന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് ഇനീഷ്യലി ബുദ്ധിമുട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഭയങ്കര 1.5 കൊല്ലം നീണ്ട് ഇത് എത്ര കാലം ഹോൾഡ് ചെയ്യാൻ പറ്റും ഒരാൾക്ക്, ഈ പ്രഷർ, അതിലാണ് ബുദ്ധിമുട്ട്. ആദ്യത്തെ ബുദ്ധിമുട്ട് കണ്ടന്റ് വൈസ് തോന്നല്. സിവിൽ സർവീസിന് ഒരിക്കലും ഇൻഡെപ്ത് നോളജ് ചോദിക്കുന്നതായിട്ട് സിലബസ് പോലും പറയുന്നില്ല. സിലബസ് പറയുന്നത് നിങ്ങൾക്ക് ഒരു 12ാം ക്ലാസ്സിൻ്റെ നോളജ് ഉണ്ട്, നിങ്ങൾക്ക് എഴുതാം, സഫിഷ്യൻ്റ് ആണ്. പിന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് വരുന്ന സമയത്ത് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി പഠിക്കുക, അത്രേ ഉള്ളൂ. +2 സഫിഷ്യൻ്റ് ആണ്. പക്ഷേങ്കിൽ ഇതൊരു പരന്നാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ വന്നിട്ടുണ്ട് എക്സാമിനേഷൻ്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിനേഷനാണ് വരുന്നത്. 2 പേപ്പറാണ് വരുന്നത്, അതായത് ജനറൽ സ്റ്റഡീസും ഒന്ന് CSATും. ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്ലി നേരത്തെ സാറ് ചോദിച്ചതുപോലെ 7ാം ക്ലാസ്സുകാരൻ്റെയൊക്കെ പറഞ്ഞില്ലേ, 10ാം ക്ലാസ് വരെയുള്ള NCERT നല്ല വൃത്തിക്ക് പഠിച്ച ശേഷം മറക്കാതെ പഠിച്ചൊരു സ്റ്റുഡൻറ്റ് +1 +2ൻ്റെ NCERT നല്ല രീതിയിലൊന്ന് റിവൈസ് ചെയ്തു ഒരു കാൻഡിഡേറ്റിന് എനിക്ക് തോന്നുന്നു എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു 100 ക്വസ്റ്റ്യനിൽ ഒരു 30 ക്വസ്റ്റ്യൻ ± ആക്കി ചെയ്യാൻ പറ്റും. 1. 2, നേരത്തെ അദ്ദേഹം പറഞ്ഞതെന്ന് തന്നെ എടുക്കുകയാണ്, ഈ ഒരു കുട്ടി അത്യാവശ്യം പേപ്പറും വായിക്കുന്നുണ്ടെങ്കിൽ ഒരു 10-15 ക്വസ്റ്റ്യൻ അഡീഷൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ആസ്പിരൻ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് വായിക്കണം, അത് വായിച്ചു കഴിഞ്ഞാൽ വരുന്നതേ ഉള്ളൂ ബാക്കിയുള്ള മാർക്കുകൾ. ഇനി GS ഫസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റിക്കൽ സയൻസ്, ഇതൊക്കെ തന്നെ അവിടെ ചോദ്യമുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു സാധനവുമില്ല. സെയിം ഡിറ്റോ. അത് 10 വരെ നല്ല വൃത്തിക്ക് പഠിച്ച് +1 +2 അദ്ദേഹം അതിൽ ആഡ് ഓൺ ചെയ്യണം. അതിൽ കുറച്ച് സമയം ചിലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിളാണ്, കിട്ടും NCERTൻ്റെ GS ഫസ്റ്റ് പേപ്പർ. പ്ലസ് അദ്ദേഹം പേപ്പർ വായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു GK നല്ലതാണെന്ന് പറഞ്ഞു. GK നല്ലതായത് കൊണ്ട് മാത്രം ഇവിടെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ പഠിപ്പിക്കാൻ കണ്ടംപററി ഇഷ്യൂസ് എന്നാണ് പറയാം. കാരണം ഒരു ഇഷ്യൂ നടക്കും, ഉദാഹരണത്തിന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിനെ കുറിച്ച് പഠിക്കുകയാണ്. UPSC ഒരിക്കലും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടുത്ത പ്രാവശ്യം ചോദിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നേരെ ചോദിക്കാൻ മലാക്ക സ്ട്രൈറ്റിനെ കുറിച്ചായിരിക്കും, സെയിം സാധനം. അപ്പം ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ആ ഇഷ്യൂ ബ്ലൈൻഡായിട്ട് പഠിക്കാതെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട സിമിലർ സാധനം വേറെ എവിടെയും നിൽക്കുന്നുണ്ട്. അതാണ് കണ്ടംപററി ഇഷ്യൂസ്. റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഇഷ്യൂസിനെ കുറിച്ച് ബോധം ഉണ്ടാവുക സഫിഷ്യൻ്റ് ആണ്. അത് നമ്മളൊരു എന്താണെന്ന് പറയുക, ഒരു ഇപ്പം ഞാൻ മുന്നേ എന്നെയൊക്കെ പഠിപ്പിച്ചിരുന്ന തിരുവനന്തപുരത്തുള്ള ഒരു രവി സാറുണ്ട്, പണ്ടോന്നുള്ള എനിക്കറിയുണ്ട്. അദ്ദേഹം പറയാറുണ്ട് സിവിൽ സർവീസ് ആസ്പിരൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഡ്വെയർ പോലെയല്ല വർക്ക് ചെയ്യേണ്ടത്, വെച്ചാൽ മഗ്ഗപ്പ് ചെയ്യല്ല വേണ്ടത്, നേരെ മറിച്ച് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് പോലെ ആയിരിക്കണം. കാരണം കാണുന്ന എന്തിലും അദ്ദേഹം സിലബസ് കാണണം. കാണുന്ന എന്തിലും അയാൾ ഒരു സിവിൽ സർവീസിൻ്റെ ഒരു എലമെൻറ്റ് കണ്ടാൽ അയാൾ 24 മണിക്കൂറും പഠിക്കുന്ന ആളാണ്. പുസ്തകം വായിക്കണമെന്നില്ല. മറ്റേ ദൃശ്യത്തിൽ പറഞ്ഞ പോലെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് പേപ്പർ വായിക്കേണ്ടതെന്ന് പറഞ്ഞ പോലെയാണ് ആ ഒരു പ്രോഗ്രാമിലേക്ക്. അങ്ങനെയാണ് ഫസ്റ്റ് പേപ്പർ. സെക്കൻഡ് പേപ്പറിലേക്ക് വരുമ്പം CSAT എന്നാണ് പറയുക, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ മിസ് ഔട്ട് ആയിട്ടുള്ള പ്രധാനപ്പെട്ട 2 സാധനം 10 വരെ പഠിക്കുന്ന ഒന്ന് ഇംഗ്ലീഷാണ്, 2 മാത്സാണ്. ഞാൻ ഫസ്റ്റ് പേപ്പർ പറഞ്ഞത്. പക്ഷേങ്കിൽ ഈ 2 സാധനമാണ് ഇതിൽ വരിക. പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസമായിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് പല പാരൻസിനും അയ്യോ കണക്കിൻ്റെ കുട്ടിക്ക് അറിഞ്ഞൂടാ ഇതിലൊക്കെ ജയിക്കാൻ പറ്റുമോ മാം നേരത്തെ എന്താ ടഫസ്റ്റ് എക്സാമിനേഷൻ അല്ലേ കണക്കില്ലാതെ. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാനുള്ള അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സെക്കൻഡ് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് 80 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 200 മാർക്കാണേ, അതിൽ 66 മാർക്ക് മതി. ക്വാളിഫയിങ് പേപ്പറാണത്. ഇതിൽ സ്കോർ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 66. ഏറ്റവും ബേസിക് ആയിട്ട് ഒന്ന് ക്വാളിഫൈ ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് പറ്റിയാൽ കടന്നു പോകാം എന്നുള്ളത്. അതിൽ 30 ക്വസ്റ്റ്യൻ ആണ് മാത്സിന്റെ. അതിൽ വെച്ചാൽ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗിലേക്കാണ് വരുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കും. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, കേരള കണക്ട് ആരാണ്? ഞാൻ സന്തോഷ്. എവിടുന്ന് വിളിക്കുന്നു എന്ന് പറയാമോ? സന്തോഷ്. സ്ഥലം? എന്റെ പേര് സന്തോഷ് കൊടിയാടി. ഓക്കെ സംസാരിച്ചോളൂ, സാറിനോട് സംസാരിച്ചോളൂ. പറയൂ. നമസ്കാരം. ഓ നമസ്കാരം. ഈ സിവിൽ സർവീസ് പലരും ഈ ജോലിയോടൊപ്പം തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും സാധിക്കാറില്ല. കാരണം ഈ ജോലിയും പഠനവും കൂടെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരികയും ഇല്ലാത്തൊരു സമ്മർദ്ദം അവർ നേരിടുകയും ചെയ്യുന്ന ഒരു അവസരമുണ്ട്. ഈ പലർക്കും ഒരു ജോലി കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കുടുംബമായതിനു ശേഷമായിരിക്കും ഇങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ജോലിയോടൊപ്പം ഈ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. പിന്നെ ആദ്യം തവണ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ചില ഒരു വല്ലാത്തൊരു ഇതുണ്ടല്ലോ, ഒരു അപകർഷതാബോധമോ അല്ലെങ്കിൽ സമൂഹത്തെ നേരിടുന്ന ചില പരിഹാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം ഒരു വിഷയം വലിയൊരു വെല്ലുവിളിയാണ്. അതെങ്ങനെ നേരിടും? ഒന്ന്, ജോലിയോടൊപ്പം സിവിൽ സർവീസ് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉത്തരം ഉണ്ട് എന്നാണ്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പം തിരുവനന്തപുരത്തായിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിന് മുന്നേ കിട്ടിയ ആദർശ് എന്ന് പറഞ്ഞ ഒരാളുടെ, ആദർശ് ജി ആണെന്ന് തോന്നുന്നു ഇനീഷ്യൽ, ഫോറസ്റ്റ് സർവീസ് കേരള ടോപ്പറാണ്. അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഐ ടി പാർക്കല്ലേ, ഇൻഫോ പാർക്ക്, എന്താ ടെക്നോ പാർക്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം നല്ല ഹൈ പ്രഷറിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ കേരള ടോപ്പറാണ്, ഓൾ ഇന്ത്യ 6ആണ് റാങ്ക്. അപ്പം ജോലിയോടൊപ്പം സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് നന്നായിട്ട് ഒരാൾ തന്നെ തീരുമാനിക്കേണ്ട. ഇപ്പം ഞാനാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ജോലി ഒരാൾക്ക് ഇപ്പം ഒരു 8 മണിക്കൂറാവാം 10 മണിക്കൂറാവാം ജോലി. അദ്ദേഹം പ്ലാൻ ചെയ്യണം ആദ്യം. ഒരു ദിവസം എനിക്ക് എത്ര മണിക്കൂർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? 2 മണിക്കൂറാണോ പറ്റുക, 3 മണിക്കൂറാണോ പറ്റുക, 4 മണിക്കൂർ? ആദ്യം പ്ലാൻ ചെയ്തിരിക്കണം. പ്ലാൻ ചെയ്താൽ പ്രഷർ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് 2 മണിക്കൂറൊക്കെ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം 2 മണിക്കൂറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വർഷം മൊത്തം സ്പെൻഡ് ചെയ്താൽ തന്നെ ഒരു 700 മണിക്കൂറൊക്കെ ആയിരിക്കും കിട്ടുക. ശരാശരി നമ്മളിപ്പോൾ അല്ലാതെ മീൻസ് ഒരു വർക്ക് ചെയ്യാത്തൊരു ആസ്പിരൻറ്റ് അതിലധികം സമയമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആസ്പിരൻ്റായിട്ട് മുട്ടാൻ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പ്രഷർ കൂടാം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു 2 മണിക്കൂറൊക്കെ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷത്തിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടി വരും അദ്ദേഹം. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന് ടൈം കൂടുതൽ കിട്ടും. പിന്നെ രണ്ടാമത് ചോദിച്ചത് എന്തായിരുന്നു? ഞാൻ ഓർക്കുന്നില്ല. ഒന്ന് വർക്കിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ. പിന്നെ തോറ്റു പോയിട്ടുണ്ട് എന്താണെന്നുള്ളത് അല്ലേ, അപകർഷതാബോധം. നോക്കൂ, സിവിൽ സർവീസ് എന്ന് പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ജോലിനെ മോശമായിട്ടോ നന്നാക്കിയിട്ടോ പറയുന്നതല്ല, കുറച്ച് ഹൈ ലെവൽ ജോബാന്നുള്ളത് എൻ്റർ ചെയ്യുന്നയാൾ ആദ്യം മനസ്സിലാക്കണം. അത്യാവശ്യം പ്രഷറുണ്ട് ഇതിൽ, അല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ലോ ലെവൽ സംഗതി ഇല്ല. അത് മനസ്സിലാക്കിയിട്ട് എൻ്റർ ചെയ്യുക. ഒരു വട്ടം തോറ്റാലോ 2 വട്ടം തോറ്റാലോ നിർത്തി പോകുന്നതോ അല്ലെങ്കിൽ ആ അപകർഷതാബോധം വെച്ച് അദ്ദേഹം കയറി വരില്ല. അതിന് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഇത് തന്നെ പറയാം. മിഥുൻ മോഹനുണ്ട്. 4 വട്ടം അയാൾ ഇൻ്റർവ്യൂ ആണ്. 3 വട്ടം 2 വട്ടം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം കരയാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ അയ്യോ എന്നെ കൊണ്ട് ഇനി ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, പ്രഷർ അയ്യോ വയ്യാന്നുള്ള നിലയ്ക്കാണ്. അദ്ദേഹം സിവിൽ സർവീസ് ഫോറസ്റ്റ് സർവീസ് ഇൻ്റർവ്യൂ കയറുന്നുണ്ട്, പക്ഷേ സർവീസിലേക്ക് എത്തുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ ആവുന്ന സമയത്ത് അദ്ദേഹം കുറച്ചുകൂടി ഒന്ന് പീസ്ഫുള്ളി ഇരുന്ന് ഞാൻ ഫോറസ്റ്റ് സർവീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് തീരുമാനിച്ചു. മിഥുൻ മോഹൻ ഇന്ന് നിലമ്പൂർ DFO ആണ്. അപ്പം നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം. മറ്റേ രോഹിത് ശർമ്മയൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ പറയുന്നത് പോലെ നമ്മൾ ലോങ് റണ്ണിൽ നിൽക്കണം. അങ്ങനത്തെ ആൾക്കാർ പെട്ടെന്നൊന്നും മനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത്രയും കാലം എടുത്ത എഫേർട്ട് മുഴുവൻ നഷ്ടപ്പെടും. അതേസമയം അദ്ദേഹം അത് സസ്റ്റെയിൻ ചെയ്ത് ആ പ്രഷർ ഹോൾഡ് ചെയ്തിട്ട്, പല ആൾക്കാരും പലതും പറയും, നമ്മൾ ചിലത് കേട്ടില്ല എന്ന് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാ ആൾക്കാർക്കും ഉത്തരം പറഞ്ഞാൽ ഇതിന് ഒരുപക്ഷെ നമ്മളെ അവർ പുറകോട്ട് വലിക്കുകയുള്ളൂ. നമ്മൾ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാനാവുക, അതാണ് എനിക്ക് പറയാനുള്ളത്.
പിന്നെ ആ സർക്കിളിൽ നിൽക്കുക ഈ കൃത്യമായിട്ട്. മറ്റുള്ളവർ എന്നെ കുറിച്ച് പരാജയപ്പെട്ടാൽ എന്ത് ചിന്തിക്കുമെന്ന് തോന്നി തുടങ്ങിയാൽ അവിടെ നമ്മുടെ വളർച്ച പോയി. അതെ അതെ. എന്തായാലും താങ്ക്സ് ഫോർ കോളിംഗ് സർ. നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കണം. കേരള കണക്റ്റിൽ ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു കേരള കണക്ട് വൺസ് അഗൈൻ. സിവിൽ സർവീസ് രംഗത്തെ പുത്തൻ സാധ്യതകളെക്കുറിച്ച്, അവസരങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിഥിയായിട്ടുള്ളത് സിവിൽ സർവീസ് മെൻറ്ററായിട്ടുള്ള ശ്രീ ഹരി ഗോവിന്ദൻ എം ആണ്. നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകും. സാർ, നമ്മൾ ബ്രേക്കിന് മുമ്പ് സംസാരിച്ചപ്പം ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ് എനിക്കൊന്ന് CSAT-ൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അത് എനിക്കൊന്ന് അവിടെയാണ് പലപ്പോഴും നമ്മുടെ മലയാളി കുട്ടികൾ ഒരല്പം ഒരു സംശയത്തിലേക്ക് എത്തുന്ന എനിക്ക് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനെന്തെങ്കിലും ടിപ്പുണ്ടോ? അതിന് ടിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ആക്ച്വലി ഇതിനെ ഞാൻ പറയുന്നത് ലഘുവായിട്ടുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ വളരെ ലൈറ്റായിട്ട് ആൾക്കാർ അങ്ങനെ എടുക്കാം. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ആ പേപ്പറിനെ. ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, 80 ക്വസ്റ്റ്യനിൽ 27 ക്വസ്റ്റ്യൻ പോട്ടെ, റൗണ്ട് ചെയ്താൽ 30 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചെയ്താൽ വിത്തൗട്ട് റോങ് ചെയ്താൽ ഈ പേപ്പർ ജയിക്കാം. 2 മണിക്കൂർ സമയമുണ്ട്. അതൊരു 30ഓളം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്നുള്ളതാണ്. അവിടെ ഷേക്സ്പിയറോ കീറ്റ്സോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് വായിക്കുന്നു, ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ എഴുതുന്നു. പോസിബിളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പേപ്പർ വായന, പേപ്പർ കൃത്യമായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. അതിനൊക്കെയാണ് വേണ്ടിയിട്ടാണ് ഈ കാലഘട്ടത്തിൽ പേപ്പർ വായിക്കേണ്ടത്. അപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻ അതിൽ ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ലോജിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി എല്ലാ ആൾക്കാരും 10ാം ക്ലാസ് വരെ മാത്സ് പഠിച്ചുള്ള ആൾക്കാരാണ്. പക്ഷേങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 സയൻസ് വിചാരിച്ച അഹങ്കാരത്തോട് കൂടി പോകരുത്. റെസ്പെക്റ്റ് ചെയ്യണം. ആ സാധനത്തിനെ റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റെസ്പെക്റ്റ് ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും CSAT-ന് കൊടുക്കണം. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജയിക്കും. വെറും 66 മാർക്കേ വേണ്ടുള്ളൂ. പിന്നെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് ഫസ്റ്റ് പേപ്പറിലുള്ളതാണ്. ആ ഫസ്റ്റ് പേപ്പറിൽ ഞാൻ പറഞ്ഞ NCERT നല്ല വൃത്തിയായിട്ട് പഠിക്കുക, നന്നായിട്ട് പേപ്പർ വായിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള സംഗതി അതിലുണ്ട്. അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയി അടുത്ത മെയിൻസിലേക്ക് എത്തും. ഇതിൽ എല്ലാ ആൾക്കാരും കൺഫ്യൂഷനും ഒരു പേടിയും, പ്രത്യേകിച്ച് മലയാളികൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി 10 ലക്ഷം പേര് അപ്ലൈ ചെയ്യും ഒരു വർഷം. ഈ വർഷം 13,000 ചില്ലറ പോട്ടെ, 14,000 പേരെ മെയിൻസിന് പോകുന്നുള്ളൂ. ഏതാണ്ട് 10 ലക്ഷം പേര് തോറ്റു. ഇത് വളരെ ചെറിയ നമ്പറാണ്. ഇത് കണ്ടിട്ടാണ് എല്ലാ ആൾക്കാരും ഇത് ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ആണ് അല്ലാന്നൊന്നും പറയണില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ഈ ഭീകരതത്വം വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ലോങ് ടൈമിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതിലാണ്. അല്ലാണ്ട് കണ്ടൻറ്റ് വൈസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നാത്തതാണ്. കാരണം ജയിച്ച ആൾക്കാരൊന്നും ഇത്ര ഭയങ്കരമായിട്ട് PhD എടുത്ത ആൾക്കാരല്ല, ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ്. പക്ഷേ അവർ മുന്നേ പ്ലാൻഡാണ്. നേരത്തെ മാം ചോദിച്ചാൽ പ്ലാൻ ചെയ്ത് കയറി വരുന്ന ആൾക്കാരാണ്. മോർ ദാൻ 80% കാരണം ഒരു സുപ്രഭാതത്തിൽ നമുക്കിപ്പോൾ ഇല്ലേ PSC-ൻ്റെ ഒക്കെ ഉണ്ടല്ലോ, 3 മാസം ഇരുന്ന് പഠിച്ചാൽ ക്ലിയർ ആവാം. ആ ഒരു സാധനം ഇതിൽ നടക്കില്ല. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇന്ന് ഞാൻ 10 മണിക്കൂർ പഠിക്കും, നാളെ ഞാൻ കിടന്നുറങ്ങും, മറ്റന്നാൾ 20 മണിക്കൂർ പഠിക്കും, വർക്കാവില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെയാണ് ഈ അവേഴ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നതിന് ഇതിനകത്തൊരു പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പം നമ്മൾ പല ആൾക്കാരും വർഷങ്ങളോളം സിവിൽ സർവീസിന് പഠിച്ചിട്ടും പ്രിലിംസ് പോലും ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മണിക്കൂറുകൾ ഞാൻ പഠിച്ചു എന്ന് പറയുന്നതിനകത്തൊരു റെലവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഈ മണിക്കൂറുകൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് ഓരോ വ്യക്തികൾക്കും. സിവിൽ സർവീസിൻ്റെ ഏറ്റവും വലിയ രസം ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം വേറൊരു എക്സാമിനേഷൻ പോലെയില്ല. ഇതിപ്പോൾ ഒരു 1000 പേര് ജയിക്കുന്നുണ്ട്, 1000 വഴി കൂടെയാണ് അവർ കയറി വന്നത്. ഒരു വർഷം 1000 വഴികളുണ്ട് അവിടേക്ക് എത്താൻ, ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ. അതിനെക്കൊണ്ട് എനിക്ക് ഈ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് ഒന്നും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും മുന്നിൽ നമ്മളൊരു റോൾ മോഡലിനെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യരുത്. അത് അയാൾക്ക് വർക്കായ സാധനം, നമുക്ക് അതിൽ ഇൻസ്പയർഡ് ആവാം. പല ആൾക്കാരും ബ്ലൈൻഡായിട്ട് അത് ഫോളോ ചെയ്യും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് പല കാൻഡിഡേറ്റും ചെയ്യുന്ന ഒന്നാമത്തെ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്രാവശ്യത്തെ 1ാം റാങ്കുകാരനെ ഞാനങ്ങ് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്ത് അയാളെ കുറേ യൂട്യൂബ് വീഡിയോ കണ്ട് അയാളെ സ്ട്രാറ്റജി ഞാനങ്ങ് അഡോപ്റ്റ് ചെയ്യും. കുറേ കാലം കഴിഞ്ഞ് ഇയാളിത് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇയാൾ മനസ്സിലാക്കിയപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സാമിന് തോൽക്കുമ്പോൾ അപ്പോൾ ഒരു 1.5 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അടുത്ത 2nd റാങ്കുകാരനെ പിടിക്കും. ഈ 2nd റാങ്കുകാരനെ നോക്കി അതും വർക്കാവില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പം ബ്ലൈൻഡായിട്ട് ചെന്ന് ചാടരുത്. സിവിൽ സർവീസിന് ഇറങ്ങുന്നതിനേക്കാളും മുന്നേ ആദ്യം മൊത്തം മനസ്സിലാക്കുക, അവനവനെ ആദ്യം മനസ്സിലാക്കുക, എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണെന്നുള്ള ആദ്യം. ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് പഠിക്കുന്ന സമയത്ത് ഒച്ചത്തിൽ വായിച്ചാലായിരിക്കും പെട്ടെന്ന് മനസ്സിലാവുക. ചില ആൾക്കാർക്ക് പോമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 25 മിനിറ്റ് 5 മിനിറ്റ് ഗ്യാപ്പ് എന്നുള്ളതായിരിക്കും വർക്കാവുക. ചില ആൾക്കാർക്ക് എഴുതിയാലായിരിക്കും വർക്കാവുക. ചില ആൾക്കാർക്ക് ക്ലാസ് എടുത്താലായിരിക്കും. ആദ്യം അവനവനെ അനലൈസ് ചെയ്യണം, എനിക്കിതിലേതാ വർക്കാവുന്നുള്ളൂ. അതേപോലെ ഞാനൊരു പിയർ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ പെട്ടു, അയാൾക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ട് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്താൽ വർക്കാവില്ല. ഇതൊന്നും നമ്മൾ പൊതുവെ അനലൈസ് ചെയ്യാത്തതാണ് ഒന്നാമത്തെ ഈ
വർഷം പോകുന്നതിൻ്റെത്. അങ്ങനെയാണ് പല ആൾക്കാരും പിറകോട്ട് പോരുന്നത്. ഞാൻ കണ്ടിടത്തോളം എൻ്റെ ഒരു സുഹൃത്ത് വലയത്തുനിന്ന് ജയിച്ചു പോയ എല്ലാ ആൾക്കാർക്കും യുണീക്കായിരുന്നു. അവർ ക്ലിയർ ആയിരുന്നു അവരെന്താ ചെയ്യുന്നതിനെക്കുറിച്ച്. ഇപ്പം വിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം 31 റാങ്കാണ്. അദ്ദേഹം തന്നെ 2022 കാണുന്ന സമയത്തും പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് IFS കാരനാവണം. സിവിൽ സർവൻ്റ് എന്നുള്ള വാക്ക് അദ്ദേഹം എന്നോട് ഉപയോഗിച്ചില്ല. എനിക്ക് IFS ആവണം, എനിക്ക് ജയശങ്കർ സാറെ പോലെ ആവണം. അദ്ദേഹം അത് സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹം ഇന്ന് ചൈനയിൽ ഇരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ വേണം പോകാൻ. അതാണ് ഈ തോൽക്കാൻ കാരണം. അപ്പം ഞാൻ പറഞ്ഞ 14,000 പേരിലേക്ക് ചുരുങ്ങി പ്രിലിംസ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് മെയിൻസിലേക്ക് എത്തുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മുഴുവൻ MCQ ആണ്, ബബിളിംഗ് ആണ്. പ്രോബബ്ലി നമുക്ക് ആ എക്സാം ഹാളിലെ പ്രഷർ താങ്ങാൻ പറ്റാത്തതാണ് മെയിൻ റീസൺ തോൽക്കാൻ കാരണം. ആക്ച്വലി ക്വസ്റ്റ്യൻ ഇത്ര വലിയ ടഫല്ല, പക്ഷേ ആ പ്രഷർ താങ്ങാൻ പറ്റില്ല. നോർമലി അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. ഇപ്രാവശ്യം എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കേസിലുണ്ടായിരുന്നു, ആകെ ക്രാഷായിപ്പോയി. കാരണം അവർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ C കോഡിന് പകരം D കോഡ് കൊടുത്തു ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ റെക്ടിഫൈ ചെയ്ത് വരുന്ന സാധനമാണ്. പക്ഷേങ്കിൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ തീർന്നു. അപ്പോൾ ആ പ്രഷർ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ആണ് ഒന്നാമത്. സബ്ജക്റ്റ് നമുക്കിപ്പം ക്വസ്റ്റ്യൻ PYQ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഇത്രയ്ക്ക് ഭയങ്കരമായ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അതിനേക്കാൾ ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മറ്റേ JEക്കും നെറ്റിനും ഒക്കെ വരുന്നുണ്ട്. ടൈമാണ് ഒന്നാമത്തെ ഫാക്ടർ. ആ ടൈമിനുള്ളിൽ നമ്മൾ അത്രയും അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. അത് പ്രാക്ടീസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യൂഷ്വലി നമ്മളിങ്ങനെ പറയും, ഇപ്പോൾ UPSC സാധാരണ ചെയ്യുന്നത് സെലക്ഷൻ അല്ല എലിമിനേഷൻ ആണെന്നൊക്കെ നമ്മൾ. അതുപോലെ ഈ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ആൻസേഴ്സ് 4 ഓപ്ഷൻ വരുമ്പോൾ അതിൽ എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസർ, അത്തരം ചില ടെക്നിക്കുകൾ സ്റ്റുഡൻസ് പഠിച്ചിരിക്കണം എന്ന് പറയാറുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? നല്ല വസ്തുതയുണ്ട്. ഇതൊക്കെ ശരിയാണ്, തെറ്റെന്ന് പറയാൻ പറ്റൂല. പക്ഷെങ്കിൽ UPSC അതിനേക്കാൾ ബ്രില്യൻ്റ് ആണെന്ന് ഞാൻ പറയണം. കഴിഞ്ഞ വർഷം വരെ പറ്റുമായിരുന്നു, ഈ പ്രാവശ്യം കുട്ടീനോട് വെച്ചാൽ പറ്റില്ല. UPSC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മെഷീൻ ലേണിംഗ് പോലെയാണ് അവർ ചില സമയത്ത് അവരെ പ്രവൃത്തി. എന്താണോ കോച്ചിങ് സെൻറ്ററുകൾ ചെയ്യുന്നത് അവർ ആദ്യം പഠിക്കും. അവർക്ക് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ എലിമിനേഷൻ പോസിബിൾ അല്ല, കഴിഞ്ഞ വർഷം വരെ പോസിബിൾ ആയിരുന്നു. ഇപ്രാവശ്യം എങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 എണ്ണത്തിലെത്തുള്ളൂ, 50-50 അപ്പം നിങ്ങൾ 50% തെറ്റിക്കാനുള്ള ചാൻസുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മളെ ബുദ്ധിയെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാം, നമ്മൾ പഠിക്കുക, നമ്മളെ ബുദ്ധി വെച്ച് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കുറേ ടെക്നിക്സിൽ മാത്രം അയാൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അത് ചെയ്യരുത്. ഓക്കെ, സ്വന്തമായിട്ടുള്ള അവനവനെ ട്രസ്റ്റ് ചെയ്യുക, പഠിക്കാത്ത സാധനം പഠിക്കുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും നമുക്ക് ഫോൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക. അതിന് നല്ലൊരു മെൻറ്റർ. ഓക്കെ, ഇനി അടുത്ത എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പം നമ്മളിപ്പം ഈ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി തന്നെ പഠിച്ചാലാണോ ഏറ്റവും ഇഫക്റ്റീവായിട്ട് പഠിക്കാനും അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതെന്നുള്ളത്? അതുപോലെ ഈ കോച്ചിങ് സെൻറ്റർ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ബബിൾ ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഓരോ ദിവസവും പുതിയ സെൻറ്റേഴ്സ് വരികയാണ്. അപ്പം ഈ എത്ര എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ ഒരു കോച്ചിങ് പ്രോസസ്സ് എന്നുള്ളത്? ഓക്കെ, ഒന്ന് ഞാൻ നേരത്തെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിലൂടെ പറഞ്ഞാൽ, മെയിൻസിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് GSൻ്റെ മൊത്തം 4 ജനറൽ സ്റ്റഡീസ് പേപ്പറും ഒരു എസ്സേയും 2 ഓപ്ഷണൽ പേപ്പറും ഉള്ളത്, 7 പേപ്പർ മാർക്കുള്ളതും 2 മലയാളികളുടെ മലയാളം ഒരു ഇംഗ്ലീഷ്. അതിൻ്റെ കൂട്ടണ്ട, അതെല്ലാവരും ജയിക്കും. മുന്നേ ഏതോ ഒരു വർഷം, എനിക്ക് വർഷം ഓർമ്മയില്ല, ഒരു വർഷം മാത്രമേ ഉള്ളൂ കുട്ടി തോറ്റതായിട്ട് ഞാൻ കേട്ടുള്ളൂ. പിന്നെ അതിലാരും തോറ്റിട്ടില്ല. അതൊരു ക്വാളിഫയിങ് പേപ്പറാണ്, മാർക്ക് കൂട്ടില്ല. അപ്പോൾ ഈ എസ്സേ പേപ്പർ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുത്ത്, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല രീതിയിലുള്ള ഒരാൾക്ക് നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നയാൾക്ക് പറ്റിയതാണ് എസ്സേ. GS 1, 2, 3, 4 എന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻറ്റും 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഹിസ്റ്ററി എന്ന് വെച്ചാൽ ആൻഷ്യൻ, മിഡീവൽ, മോഡേൺ, അതേപോലത്തെ സംഗതി. ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹിമാലയം, മൺസൂൺ, സെയിം വേറൊരു കാര്യമില്ല, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതൊക്കെ തന്നെ എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2017 എങ്ങാണ്ട് പിന്നെ ഈ അർബൻ ഫ്ലഡ് എന്ന് വെച്ചാൽ ചെന്നൈയിൽ ഫ്ലഡ് നടന്ന സമയത്ത് എന്തുകൊണ്ടാണ് സിറ്റിയിൽ ഫ്ലഡ് ഉണ്ടാവുന്നത് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ തിരുവനന്തപുരത്ത് തമ്പാനൂർ നടന്നതും ചെന്നൈയിൽ ഒരു വ്യത്യാസമില്ല. അവന് അതറിയില്ലെങ്കിലും ഇത് ഓർത്താൽ മതി. എന്തുകൊണ്ട്? ആമയഴഞ്ചത്തോട് ഒരു പക്ഷേ ബ്ലോക്ക്, അതേപോലെ അവിടെ എന്തെങ്കിലും ഡ്രൈനേജ് ബ്ലോക്ക് ഉണ്ടാവാം, 2 ഹെവി റെയിൻ ഉണ്ടാവാം, ഒന്ന് ഡ്രൈൻ ഔട്ട് ചെയ്യാൻ, പിന്നെ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ്. ഇതൊക്കെ നമുക്ക് ലോജിക്ക് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റും. കുറച്ച് ഐഡിയ, കുറച്ച് ബാക്കി നമ്മൾ പ്ലേ ചെയ്യാം. സെക്കൻഡ് പേപ്പറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗവേർണൻസ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മളിപ്പോൾ NCERT എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ NCERTസിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, റൈറ്റ്, പ്രിയാമ്പിൾ എന്ന് കൊടുത്തിട്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും വൃത്തിക്ക് പഠിക്കൂ. അതല്ല, അതിൻ്റെ അപ്പുറത്തേക്കുണ്ടായി. എന്നാലും ആ സബ്ജക്റ്റ് പരിചയമുള്ളതാണ്. തേർഡ് പേപ്പർ അതുപോലെ ഇൻ്റർനാഷണൽ റിലേഷൻസ് പരിചയമുള്ള സാധനം തന്നെ.
തേർഡ് പേപ്പറിലേക്ക് വന്നിട്ടുള്ള എക്കണോമിയാണ് മെയിൻ പോർഷൻ കിടക്കുന്നത്. ഡേ ടു ഡേ ലൈഫിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എക്കണോമി. അതിൽ ഇൻഫ്ലേഷൻ എന്തുകൊണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ സാർ, ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്യണം. ഒരു കോളർ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യണം. ഹലോ ഹലോ, കേരള കണക്ട് ആരാണ്? എൻ്റെ പേര് സുനിൽ എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ ട്രിവാൻഡ്രം. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. ഓക്കെ സാർ, എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. ഓക്കെ, ഞാൻ ആക്ച്വലി ഇപ്പോൾ കുട്ടികൾക്ക് എത്ര വയസ്സ് മുതൽ ഇതിൻ്റെ ഒരു 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 ഹാബിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കണം കുട്ടികൾക്ക് ഈ ഒരു സിവിൽ സർവീസ് ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീലിൽ കണ്ടായിരുന്നു, ഒരു പയ്യൻ വെറുതെ തമാശ കിട്ടാണോന്ന് അറിയില്ല, അവര് പഴയ പുസ്തകങ്ങളൊക്കെ ആള് കൊടുത്തു. പിന്നെ ആ പയ്യൻ ഈ സിവിൽ സർവീസ് ട്രെയിനിങ് സമയത്ത് ആ പയ്യന് പഴയ ബുക്സുകൾ വിൽക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞു. അത് എത്രത്തോളം ശരിയാണ്, അത് വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നുള്ളതാണ് ഇവിടെയാണ് എൻ്റെ സംശയം. ഒന്ന് നിങ്ങൾ നമുക്കെങ്ങനെ ഒരു കുട്ടീനെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കാണാം. ഒന്ന് നമ്മൾ അയാൾ ഇപ്പോൾ സ്കൂളിലല്ലേ പഠിക്കുന്നത് കുട്ടിയല്ലേ, അല്ലെ? നിങ്ങളെ കുട്ടി എന്തിനാണ് പഠിക്കുന്നത്? ഓക്കെ, ഞാൻ ഒരു സ്കൂൾ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ വൃത്തിയായിട്ട് സ്കൂളിലുള്ള പഠിപ്പിക്കുക. ആദ്യമായിട്ട് ബേസിക്കായിട്ട് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്നുണ്ടെങ്കിൽ NCERT ബേസ്ഡാണ് പഠിപ്പിക്കുക. 1. 2, പേപ്പർ കൃത്യമായിട്ട് വായിക്കുക. അദ്ദേഹത്തിന് ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ നമ്മൾ ചുമ്മാ ഒരു സാധനം കേട്ടിട്ട് യെസ് ഓർ നോ പറയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിലൊരു ഒപ്പീനിയൻ പറയേണ്ടി വരും. അപ്പോൾ ഒരു ഒപ്പീനിയൻ എല്ലാ വിഷയത്തിനും അദ്ദേഹത്തിന് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഇല്ലാത്തൊരു ശീലമാണ് പൊതുവേ ഈ ഭക്ഷണം കഴിക്കുന്ന പോലും നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ കുട്ടിക്ക് ഒരു സിവിൽ സർവൻ്റ് ആവാനാണ് ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക അവരോട്. ഇപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിൽ ഇപ്പം കുറേ കപ്പൽ കുടുങ്ങി കിടക്കുന്നുണ്ടല്ലോ, അതിന് നമുക്ക് എന്താ പ്രശ്നം? നിങ്ങളൊരു കോൺവെർസേഷനിലേക്ക് കൊണ്ടുപോകുക. അതിന് നിങ്ങളും കുറച്ച് വായിക്കണം. കാരണം നമുക്ക് ആ ഒരു കണ്ടൻറ്റ് അവർക്ക് ഇങ്ങനെ പതിയെ ശരിയോ തെറ്റോ ആയിക്കോട്ടെ ഒരു ഒപ്പീനിയൻ മേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഒന്നും ഉണ്ടാക്കുക. പിന്നെ പഴയ ടെക്സ്റ്റ് പഠിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും NCERT എനിക്ക് അതിൻ്റെ കഥ എന്താണെന്നുള്ള അറിയാത്തത് കൊണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഓൾഡ് NCERT വാങ്ങിയെന്നുള്ളതാണോ പഴയ ടെക്സ്റ്റ് വാങ്ങിയെന്നുള്ളത് എന്താ എനിക്കറിയില്ല അതിൻ്റെ കണ്ടൻറ്റ്. നോർമലി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പം +1 +2 ഉള്ള ഹ്യൂമാനിറ്റീസിൻ്റെ വെച്ചാൽ ഹിസ്റ്ററി തീംസ്, അതേപോലെ തന്നെ ജോഗ്രഫീൻ്റെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ജോഗ്രഫി പോലത്തെ ടെക്സ്റ്റ് കമ്പൽസറിയാണ്. ഒരു പക്ഷേ അത് വാങ്ങിയതായിരിക്കാം അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു കണ്ടൻ്റായിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തതുമായിരിക്കും, എന്താണെന്നുള്ള അറിയില്ല. ചിലപ്പോൾ ഇതാവാനാണ് സാധ്യത. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ മെയിൻസ് എക്സാമിൻ്റെ പേപ്പേഴ്സിനെ കുറിച്ചും കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടത് കണ്ടിന്യൂ. അപ്പോൾ തേർഡ് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് എക്കണോമിയാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. പല ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് കമ്പോള വില നിലവാരം പഴയ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കാം. ഇന്ന് ആർക്കും ചിന്തിക്കാൻ പോലും നോക്കുന്ന പോലും ഇല്ല. പക്ഷേ ആക്ച്വലി അതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. സാധനത്തിന് എന്തുകൊണ്ട് വില കൂടുന്നു, ഇൻഫ്ലേഷൻ, ഇതൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഡോളറിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഡിപ്രീസിയേഷൻ ആണോ സംഭവിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ അഫെയറിൽ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്തു നിന്ന് തന്നെ പഠിച്ചാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെയല്ല, ഏതാണ്ട് ഇതേപോലെയാണ്. ഇപ്പോൾ ഹിമാലയത്തിലും വെസ്റ്റേൺ ഗട്ട്സിലും ഈ മണ്ണിടിച്ചിലുള്ള ഡിഫറൻസോ സിമിലാരിറ്റി എങ്ങനെയാണ് ചോദിച്ചത്. ഇത് ഒരാൾ പഠിക്കേണ്ട ആവശ്യമില്ല. നോർമലി മണ്ണിടിയാനുള്ള എന്തൊക്കെ ഈവൻ തിരുവനന്തപുരത്ത് ഒരു കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ റീസൺ ഉണ്ടോ അതൊക്കെ തന്നെ അവിടെ ഉണ്ടാവുള്ളൂ. 2-3 കാര്യങ്ങൾ മാറ്റം ഉണ്ടാവും. അത് അവിടെ അവനവൻ്റെ ബുദ്ധി ഉപയോഗിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ 4ാമത്തെ പേപ്പറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. അത് എത്തിക്സ് ആണ്. പ്രത്യേകിച്ച് ഒരു അക്കാദമിക്കും ഒരു ലിമിറ്റ് വരെ കുട്ടീനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം വിളിച്ച എല്ലാ പാരൻറ്റിനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഈ എത്തിക്സ് ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് ഉണ്ടാവുന്ന കാര്യമില്ല. അത് നമ്മൾ വായിക്കുന്ന പുസ്തകം, നമ്മളെ ചുറ്റുപാട്, അവൻ്റെ ഫ്രണ്ട്സ്, ഇതേപോലത്തെ കുറേ കാര്യങ്ങളിൽ നിന്നാണ് ഈ എത്തിക്സ് വളരുക. ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, നല്ല പുസ്തകം വായിക്കാൻ കൊടുക്കുക, നല്ല ഫ്രണ്ട് സർക്കിളാണെന്നുള്ള ഉറപ്പ് വരുത്തുക, നല്ല രീതിയിൽ നിങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം നല്ല എത്തിക്സ് ഉള്ള ആൾക്കാർ നോർമലി അയാൾ എത്തിക്സ് നന്നായിരിക്കും. അയാൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നല്ല രീതിയിൽ അവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്ലസ് ഇതിനി അടുത്ത് വരുന്ന ഓപ്ഷനിലെ 2 പേപ്പറാണുള്ളത്. ഈ 2 പേപ്പറുകൾ
ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എത്താത്ത ഒരു കുട്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ തൊട്ട് അയാൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ +2-ന് സെയിം ലൈനിലുള്ള സാധനം എടുക്കുക, ഡിഗ്രിക്ക് എടുത്ത് 5 വർഷം കൊണ്ട് അയാൾക്ക് ഓപ്ഷണലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ 21ാമത്തെ വയസ്സ് തന്നെ എഴുതി കയറാൻ പറ്റും. ഇതാണ് സിമ്പിൾ ഇതിൻ്റെ ഒരു വഴി എന്ന് പറഞ്ഞത്. ഇതിലിപ്പം മെയിൻസിലേക്ക് വരുന്ന സമയത്ത് 250 മാർക്കുള്ള 7 പേപ്പർ എന്ന് വെച്ചാൽ 1750 മാർക്ക് ടോട്ടൽ. അതിലൊരു 750 മാർക്കാണ് ശരാശരി കട്ട് ഓഫ് മാർക്ക് വരിക. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിലേക്ക് വരുന്ന സമയത്ത് 275 മാർക്കാണ്. മൊത്തം 2025 മാർക്കിലാണ് ടോട്ടൽ മാർക്ക് വന്ന് അതിൽ ലിസ്റ്റ് ഇട്ടിട്ടാണ് ജോലികൾ കൊടുക്കുക. ഇനി നേരത്തെ ചോദിച്ചതിൻ്റെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറയാണ്, ഈ പാരൻസ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പാർട്ട് ഫ്രം ക്ലാസ് കുട്ടീനെ നന്നായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കാം. കൃത്യമായി കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് വിടുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഒരു കുട്ടി എനിക്കൊരു സാധനം വേണമെന്നുള്ള വ്യക്തമായിട്ട് പറയാൻ അവനെ മനസ്സിലെ ആശയം എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിക്കൂ, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ സാർ, ഞാനൊരു വാട്സാപ്പിൽ വന്നൊരു ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പൊക്കോട്ടെ. എൻ്റെ പേര് രാജേഷ്. എൻ്റെ ചോദ്യം സിവിൽ സർവീസിൽ ഒരാൾക്ക് എത്ര പ്രാവശ്യം എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സിവിൽ സർവീസിൽ നോർമലി 21 വയസ്സാണ് എഴുതാനുള്ള ഫസ്റ്റ് ഏജ് എന്ന് പറയുന്നത്. 21 വയസ്സ് ഗ്രാജുവേഷനും. അതിൽ അവിടെ നിന്ന് തൊട്ട് 6 ചാൻസാണ് ജനറൽ കാറ്റഗറിക്കുള്ളത്. OBC ആണെന്നുണ്ടെങ്കിൽ 3, SC ST ആണെന്നുണ്ടെങ്കിൽ അഡീഷണൽ 5 ചാൻസ്. ഇങ്ങനെയാണ് പോവുക. പക്ഷെങ്കിൽ ഈ എത്ര ചാൻസ് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പൊതുവെ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക. കാരണം ഈ 6 ചാൻസ് ജനറലിന് 6 ചാൻസ് എടുക്കൂ. ഈ 6 കൊല്ലം കൊണ്ട് എത്തുക എന്നുള്ള ചിന്തിക്കുന്നത് അബദ്ധമാണ്. അത്രയും സമയം പോകും. ഏറ്റവും ആദ്യം എഴുതിയെടുക്കുക, ഫസ്റ്റ് ചാൻസ് പിടിച്ചോളൂ. അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, 3 ചാൻസിൻ്റെ അപ്പുറം പോകുന്നത് അത്ര നല്ലതല്ല. 3 ചാൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ചിന്തിക്കണം. ഇല്ലെങ്കിൽ ലൂപ്പിൽ പെടും. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മുന്നിൽ കാണണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ലൂപ്പ് പെട്ട് ഒരു 6 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ നിന്ന് കഴിഞ്ഞ്, ഉദാഹരണത്തിന് ഒരു OBC കാരനാണ്, അദ്ദേഹത്തിന് ഒരു 9 ചാൻസ് ഉണ്ട്. 9ാമത്തെ ചാൻസ് വരെ ഇത്രയും സമയം അദ്ദേഹത്തിന് പോകും. അപ്പം ആ ചാൻസ് ഇറലവൻ്റാന്ന് ഞാൻ പറഞ്ഞു, 6 ചാൻസ് കണക്കാക്കിയാൽ മതി. എത്ര എക്സ്പെൻസീവ് ആണെന്നൊരു ചോദ്യം കോച്ചിങ് സെന്റേഴ്സിന്റെ കാര്യം ആവശ്യമാണോ എന്നുള്ളത് ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രാങ്ക് ആയിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ആവശ്യം ഒരു ആസ്പിരൻറ്റിന് ഇല്ല എന്നുള്ളതാണ് ശരിക്കുള്ള ആൻസർ. കാരണം ഇനി എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി മുന്നേ തൊട്ടേ അയാൾ മനസ്സിലാക്കി എനിക്ക് എഴുതണം, ഒരു സ്കൂൾ തൊട്ടേ മനസ്സിലാക്കി അയാൾ കൃത്യമായിട്ട് UPSCൻ്റെ പാറ്റേൺ എക്സാമൊക്കെ നന്നായിട്ട് അറിഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ സ്വന്തമായിട്ട് ആ സമയത്ത് ചെയ്യാം. ഓൾറെഡി പാരലായിട്ട് ക്ലാസ്സും പോകുന്നുണ്ട്, ഇയാൾക്ക് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് പഠിച്ചെഴുതി ജയിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. എത്രയോ ആൾക്കാരുണ്ട്. കോച്ചിങ് സെൻറ്ററുകളെ തൊടാതെ കയറി പോകുന്ന ആൾക്കാരുണ്ട്. ഈവൻ ഓപ്ഷണൽ സബ്ജക്റ്റൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ എത്രയോ ആൾക്കാരുണ്ട്. ഓപ്ഷണൽ പഠിക്കുന്ന ഒരിക്കലും ഒരു ടീച്ചർ എഴുത്തുന്നാവില്ല. പക്ഷേങ്കിൽ ഈ ആൻസർ റൈറ്റിംഗ് മാത്രം അല്ലെങ്കിൽ ഈ ടെസ്റ്റ് സീരീസ് മാത്രം പുറത്ത് നൽകും. പഠനം സ്വന്തമായിട്ട് അവർ ചെയ്യും. പക്ഷേ ഇതെപ്പോഴാണ് പറ്റുമെന്ന് വെച്ചാൽ അയാൾ അത്ര സീരിയസ് ആവണം. പിന്നെ ഇനി സീരിയസ് അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്റർ അത്യാവശ്യമായി വരും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചില ആൾക്കാർ പഠിക്കുമ്പോൾ ഒരു 4 വർഷം കൊണ്ടായിരിക്കും ഒരു പക്ഷേ അയാൾ മൊത്തം സിലബസ് കവർ ചെയ്യാം. അതേസമയം ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് അയാൾ 1.5 വർഷം കൊണ്ട് ആ സിലബസ് കവർ ചെയ്യും. ഗൈഡൻസ് പ്രോപ്പർ ആയിരിക്കും. അദ്ദേഹത്തിന് ടൈം കുറയ്ക്കാൻ പറ്റും. അത് മുന്നേ തൊട്ട് തുടങ്ങുന്നതൊക്കെ ഇതിൻ്റെ പ്രശ്നവുമില്ല. ഓക്കെ സാർ, ഇതിൻ്റെ ഒരു നോർമലി ഇതിൻ്റെ എത്ര എക്സ്പെൻസീവ് ആണെന്നുള്ളത് എനിക്ക് തോന്നുന്നു പലർക്കും ഒരു സംശയമായിരിക്കാം. നോർമലി ഇപ്പോൾ ഒരു കോച്ചിങ് ഇൻഡസ്ട്രി, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ വരിക, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു തിരുവനന്തപുരം ആണെന്നിരിക്കട്ടെ, തിരുവനന്തപുരമൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ സ്കോളറെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഡേ സ്കോളർ കാരണം വെച്ചാൽ ഡേ സ്കോളർ ആകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ അയാൾ വീട്ടിൽ പോയി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറേ ഡിസ്ട്രാക്ഷൻസ് വരും. ഒരാൾ നിന്ന് പഠിക്കാന്നിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നോർമലി എനിക്ക് തോന്നുന്നു ഒരു 80,000 to 1,00,000, 1.5 ലക്ഷം 2 ലക്ഷം വരെയൊക്കെ ആയിരിക്കണം തിരുവനന്തപുരത്തുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് കോച്ചിങ്ങിൻ്റെ മാത്രം, GSൻ്റെ മാത്രമാണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ആ കോച്ചിങ് സെൻറ്റർ. 2 പിന്നെ അയാൾ ഒരു ഓപ്ഷണൽ പഠിക്കണം. അത് എനിക്ക് തോന്നുന്നു ഒരു 20,000 തൊട്ട് 30,000 40,000 വരെ ഓപ്ഷണൽ അതിൻ്റെ വേരിയേഷൻ ഉണ്ടാവാം. അതുണ്ട്. പിന്നെ ഒരാൾ, ഞാൻ എപ്പോഴും പറഞ്ഞു, പുതിയതായിട്ട് ഒരാൾ ഒരു ബിഗിനർ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1ാമത്തെ വർഷം ജയിക്കുമെന്ന് വിചാരിച്ച് വരരുത്. ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെങ്കിൽ അത് 1ാമത്തെ വർഷം കഴിയുമ്പോഴേക്കും ട്രോമയിലേക്ക് പോകും. അത് ചെയ്യരുത്. തോറ്റു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 2 വർഷമെങ്കിലും അയാൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് തിരുവനന്തപുരം പോലത്തെ അല്ലെങ്കിൽ ഇതിനൊക്കെ വലിയ സിറ്റി ഡൽഹിയിലൊക്കെ നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15,000+ എങ്ങനെയാണെങ്കിലും ഒരു മാസം ചിലവ് വരും. ഉറപ്പായിട്ടും വരും. എനിക്കൊന്ന് തിരുവനന്തപുരത്ത് തന്നെ ഒരു 15,000 ശരാശരി വരും, ± വരും. ഇതൊരാൾ ഡൽഹി പിടിച്ചു കഴിഞ്ഞാൽ 25,000 30,000 രൂപയാണ്. ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കയ്യിലുണ്ടെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ
ഇങ്ങനെ ഇൻഡസ്ട്രീസിൽ പോയി പഠിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ ചില ആൾക്കാർ ഓൺലൈനായിട്ട് നിന്ന് ജയിക്കും, പക്ഷെങ്കിൽ അത്രയും വിൽ പവറുള്ള ആൾക്കാർക്കേ പറ്റുള്ളത്. ഓക്കെ സാർ, ഇതിനോട് ചേർത്തൊരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം ഈ നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഈ ഫ്ലഡാണല്ലോ, ഇൻഫർമേഷൻ്റെ ഫ്ലഡാണ്. നമുക്ക് എവിടെ ഫിംഗർ ടിപ്പിൽ എന്ത് ഇൻഫർമേഷൻ കിട്ടും. അപ്പം ഇതിൽ സിവിൽ സർവീസിന് വേണ്ട ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണ്, അത് സെലക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചാണ്. എനിക്കൊന്ന് അവിടെ ആയിരിക്കും ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഇപ്പോഴും പറയാണ്, ഇന്ത്യയിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇൻക്ലൂഡിങ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതെന്ന് ഞാൻ പറയില്ല, അങ്ങനെയല്ല, നല്ലത് മോശമൊന്നുമല്ല പറയുന്നത്. 100% അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ടോപ്പിക്കാന്നിരിക്കട്ടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കവർ ചെയ്യണതിന് ലിമിറ്റ് ഉണ്ട്. നമുക്ക് എവിടെ നിന്നൊക്കെ കവർ ചെയ്യാൻ പറ്റും, അതിൻ്റെ പുറമെ UPSCക്ക് ചോദിക്കാൻ പറ്റും. ആദ്യം അതിന് വേണ്ട നിങ്ങൾ റെലവൻസിനെ കുറിച്ചാണ് ചോദിച്ചത്. റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ളത് ആദ്യം ഒരു കുട്ടി മനസ്സിലാക്കേണ്ടത് സിലബസ് മനസ്സിലാക്കുക, സിലബസിലെ ടോപ്പിക്കുകൾ മനസ്സിലാക്കുക. ആ ടോപ്പിക്കുകൾ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് പോയിട്ട് ഒരു പുസ്തകം വാങ്ങാൻ നിൽക്കരുത്. പല കുട്ടികളും ചെയ്യുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഒരു ആസ്പിരൻ്റ് ആവണം, ഞാൻ ഒരു ആസ്പിരൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പോയി കുറേ യൂട്യൂബ് കാണും, കുറേ ടോപ്പേഴ്സിൻ്റെ കാണും, അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കും, എന്നിട്ട് ബുക്ക് ലിസ്റ്റ് എടുക്കും. ബുക്ക് ലിസ്റ്റ് എടുത്ത ശേഷം ആ ബുക്ക് ലിസ്റ്റ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യും, എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. കഴിഞ്ഞു. അത് അങ്ങനെ പോരുത്. നല്ലൊരു സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം സിലബസ് എടുക്കും. ഇതൊന്നും വേണ്ട, 5 പൈസേൻ്റെ ചിലവില്ല, ഈസിലി അവൈലബിൾ ആണ്, നെറ്റിൽ സിലബസ് ഉണ്ട്. ആദ്യം അതുമായിട്ടൊന്നും സിലബസ് പഠിക്കുക, നമ്മൾ സിലബസ് മനസ്സിലാക്കുക. അത് ഇതെന്താണെന്നുള്ള അറിയാതെയാണ്. ഉദാഹരണത്തിന് ക്രിക്കറ്റിൽ ഗോളുണ്ടോ ഇല്ലയോ എന്ന് അറിയാണ്ട് ചാടി ഇറങ്ങുന്ന പോലെയാണ് പല ആൾക്കാർ ഇറങ്ങുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ആദ്യം നീ സിലബസ് പഠിക്കുക. ഇപ്പം ഞാൻ വരുന്ന പുതിയ എല്ലാ ആൾക്കാരോടും ആദ്യം നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക. 2 സിലബസ് അത്യാവശ്യം മനസ്സിലാക്കി, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി NCERTയും കൂടി ഒപ്പെടുന്നു വായിച്ചാൽ വേഗം പിടികിട്ടും ഇതിലെന്താ ഉള്ളതെന്ന്. അതിനുശേഷം കുറച്ച് കൊല്ലത്തൊരു PYQ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ. ചില സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ടോപ്പിക്കുകളും നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ ഒരിക്കലും ഫെമിലിയർ ആയിരിക്കില്ല. അപ്പം നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കണം, ഇത് എന്തൊക്കെ ഷോക്കാണ് നമുക്ക് തരുന്നത് എന്നുള്ളത്. ആദ്യം ഇത് രണ്ടും കഴിഞ്ഞ ശേഷം ടെക്സ്റ്റിലേക്ക് പോവുക. ഇത് കഴിയുമ്പം തന്നെ നമുക്ക് ഒരു നോർമൽ ബോധം വരും, എനിക്കിത് വേണം. ഇത് ഉദാഹരണത്തിന് ഇപ്പോൾ ജോഗ്രഫി എടുക്കാമെന്നിരിക്കട്ടെ, NCERT നല്ല ടെക്സ്റ്റാണ്. അതേപോലെ തന്നെ ഗോചെങ് ലിയോങ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടെക്സ്റ്റ് ഉണ്ട്, സിദ്ധാർത്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട്, കുള്ളർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മജിദ്, ഇതൊക്കെ ഒരേപോലത്തെ ടെക്സ്റ്റുകളാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഈ സിലബസും PYQ ഒക്കെ നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു അനാലിസിസ് ഉണ്ടാവും ഇതിനെക്കുറിച്ച്. എല്ലാത്തിലും മോർ ഓർ ലെസ് സിമിലർ കണ്ടൻറ്റ് ആണ്. എനിക്കിത് ഏതാണ് ഈസി, അതിൽ സ്റ്റിക്ക് ഓൺ, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ മാം ചോദിച്ച പോലെ ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണ്. നമുക്കിപ്പോൾ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള, ഉദാഹരണത്തിന് ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്, രണ്ടാമത്തെ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നോട്ടുകളാണ് മെറ്റീരിയലായിട്ട് അവൈലബിൾ ആയിരിക്കുന്നത്. സാമാന്യ ഒരു ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മെറ്റീരിയൽ ഫോളോ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ഫൈനൽ മെറ്റീരിയലായിട്ട് എടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ജയിക്കുന്ന ആൾക്കാരുടെ ഒരു ലക്ഷണത്തിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലർക്കും പല വഴിയാണേ, പക്ഷേങ്കിൽ ഞാൻ ജനറലായിട്ട് കണ്ടതെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് മെറ്റീരിയൽ ഉണ്ടാവും, അവരൊന്നിനെയും വിശ്വസിക്കില്ല, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പം എൻ്റെ സ്വന്തമായിട്ടുള്ള സാധനത്തെക്കുറിച്ച് എനിക്ക് 100% അവയർനെസ് ഉണ്ടാകും, മറ്റവൻ എഴുതിയതിനെക്കുറിച്ച് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് അയാൾ NCERT നിന്ന് പഠിക്കും, വേറെ ടെക്സ്റ്റുകൾ സ്പെക്ട്രത്തിൽ നിന്ന് പഠിക്കും, വേറെ ടെക്സ്റ്റുകളിൽ നിന്ന് ബിപിൻ ചന്ദ്രയിൽ നിന്ന് വായിക്കും. എന്നിട്ട് അവന് മനസ്സിലാവുന്ന പോലെ അവൻ്റെ സ്വന്തം നോട്ട് ഉണ്ടാക്കും. അതാണ് അയാളെ റിവിഷൻ മെറ്റീരിയൽ. അവിടെയാണ് സക്സസ്. ഒരു 80%+ അല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ, മെറ്റീരിയൽ ബൈ ഹാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ 80%+ സ്വന്തമായിട്ട് ഉണ്ടാക്കും. സാർ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്, പക്ഷെ നമ്മുടെ സമയം ഇങ്ങനെ ചുരുങ്ങി വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് 1-2 ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. അതായത് ഈ സിവിൽ സർവീസിനെ കുറിച്ച് നമ്മൾ ഇത് പറയുമ്പോഴും സിവിൽ സർവീസിന് അതിൻ്റെതായിട്ടുള്ളൊരു ഗ്ലാമറും കാര്യമൊക്കെ ഉണ്ടെങ്കിലും പല ആൾക്കാരും ഇപ്പോൾ സർവീസിലേക്ക് വന്ന് കഴിയുമ്പോൾ അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. അവിടെയാണ് എങ്ങനെയുള്ളവരാണ് ഈ സിവിൽ സർവീസിലേക്ക് വരേണ്ടത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആരാണ്, എന്ത് മെൻറ്റാലിറ്റി ഉള്ളവരാണ് സിവിൽ സർവീസിലേക്ക് വരേണ്ടത്? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സിവിൽ സർവീസ് പരാജയപ്പെട്ട് ഇപ്പം ഇൻ്റർവ്യൂ വരെ പോയി ചിലപ്പം പാസ്സായിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടു പോകുന്നവർ ശരിക്കും പരാജയപ്പെട്ടു പോകുന്നവരാണോ, അവർക്ക് അടുത്ത പുതിയ അവന്യൂസ് ഓപ്പൺ ആവുന്നുണ്ടോ, എന്താണ്? ഒന്ന്, സിവിൽ സർവീസ് ആരൊക്കെ തിരഞ്ഞെടുക്കണം, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആക്ച്വലി എന്നോട് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രിക്ക് ശേഷം ഒരു കരിയർ സിവിൽ സർവീസാണ്
അതിൽ ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചെന്ന്, ഉദാഹരണത്തിന് ചെറിയ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ എന്തിനാ ഒരു ജോലി എന്ന് വെച്ചാൽ ആദ്യത്തെ ഉത്തരം നമുക്ക് വേണം, നിങ്ങൾ ടെസ്റ്റ് ചെയ്തൊരു കുട്ടീന്ന് വെച്ചാൽ ആദ്യത്തെ അവരെ ഉത്തരം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി അത് ശരി തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ സിവിൽ സർവീസിൽ അത് തെറ്റാണ്. കാരണം വളരെ ഷോർട്ടായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറുന്ന ഒരു IAS കാരണം ഇന്ന് കയറുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പെർക്സ് അടക്കം TAD ഒക്കെ അടക്കം ഒരു 80,000 രൂപ മാക്സിമം. അപ്പം മനസ്സിലാക്കുക, പൈസയാണ് നിങ്ങളെ ഇൻറ്റൻഷൻ, നിങ്ങളെ ലൈഫിലെ ജോലീൻ്റെ ഒന്നാമത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിവിൽ സർവീസ് നിങ്ങളൊരു മേഖലയേ അല്ല, നിങ്ങൾ വിട്ടുപോയിക്കോളൂ. അത് രാജ്യത്തിനും നിങ്ങൾക്കും നല്ലതാണ്. കാരണം ഒന്ന് നാളെ നിങ്ങളൊരു കറപ്റ്റഡ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് പൈസേനോട് മോഹം ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം ഒരു 5 വർഷം ഒരു 30 വർഷം നിങ്ങൾ സർവീസ് എടുത്താൽ ഒരു 5 കോടി കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതേസമയം നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടറിൽ പോയി ഒരു പക്ഷേ ഇത് 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം. സോ ബെറ്റർ അടുത്ത് ഓപ്റ്റ് ചെയ്യാം. ആര് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് എന്തെങ്കിലും കുറേ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നുക, അല്ലെങ്കിൽ കുറേ ചേഞ്ചുകൾ കൊണ്ടുവരാൻ പറ്റുക, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രയോറിറ്റി ലൈഫിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ആൾ ആയിരിക്കണം തോന്നുക. ഉദാഹരണത്തിന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അംബാനീൻ്റെ ഒരു കാർ അവിടെ വന്ന് കിടപ്പുണ്ട് നമ്മളെ സ്റ്റുഡിയോൻ്റെ മുറ്റത്ത്, അതായത് 10 കോടീൻ്റെ ആണെന്നുണ്ടെങ്കിലും സപ്പോസ് ഞാനൊരു സിവിൽ സർവൻ്റ് ആണെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിൻ്റെ ഇന്നോവ ക്രിസ്റ്റ വരുമ്പോൾ അത് മാറ്റിയിട്ട് കൊടുക്കണം. അത് വല്ലാത്തൊരു പവർ തന്നെയാണ്. എല്ലാ സ്ഥലത്തും ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ്റെ എല്ലാ സ്ഥലത്തും ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കിട്ടുക. ഇതൊക്കെ സിവിൽ സർവൻറ്റിന് കിട്ടും. ഇതാണ് അവർക്ക് കിട്ടുക. പിന്നെ സർവീസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഇപ്പം നമുക്ക് ജൻധൻ ഔഷധി മരുന്നുകൾ ചീപ്പ് റേറ്റിന് കിട്ടുന്ന സ്റ്റോഴ്സാണ്. വേണമെന്നുണ്ടെങ്കിൽ അംബാനിക്ക് ചെയ്തുകൂടായിരുന്നു, ഇത്ര വലിയ കൈൻഡ് മനുഷ്യനാണെന്നുണ്ടെങ്കിൽ പൈസ ഇല്ലേ, പക്ഷേ അദ്ദേഹത്തിനോട് സക്സസ് ആവില്ല അത്. പക്ഷെങ്കിൽ ഒരു 21 വയസ്സും ഒരു ഡിഗ്രിയുള്ള ഏതോ ഒരു സിവിൽ സർവൻറ്റ്, എനിക്ക് തോന്നുന്നു രാജസ്ഥാനിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം തുടങ്ങിയ മനസ്സിലുണ്ടായ സാധനം ഇന്ന് കുറേ ആൾക്കാരെ ലൈഫേ മാറ്റി. ഇങ്ങനത്തെ ഒരു മാറ്റം കൊണ്ടുവരണം. ഇപ്പം പല ആൾക്കാരും ഉണ്ട്, ഈ മറ്റേ വിജയൊക്കെ ഈ തമിഴ്നാട്ടിൽ കയറി അല്ലെങ്കിൽ 1 ഡേ CM എന്നൊക്കെയുള്ള പോലെ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയതാണ്. പക്ഷെ അതേപോലെ വരുമെന്നുള്ള പറയാൻ പറ്റൂല. പക്ഷെ അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് മാറ്റണം. നമ്മൾ എല്ലാത്തിനും അജിറ്റേറ്റ് ആണ് ചെയ്യുക, പലതിനും അജിറ്റേഷൻ അല്ല സൊല്യൂഷൻ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഇതാണ് നല്ലത്. ഒന്ന്. രണ്ടാമത്തത് ചോദിച്ചിരുന്നത് അവന്യൂസ്. ഒരു കാര്യം കൂടെ പറയട്ടെ. പിന്നെ ഈ സിവിൽ സർവീസ് കയറിയ പല ജോബുകളും ഭയങ്കര പ്രഷറുള്ളതാണ്, അംഗീകരിച്ചു. പക്ഷെങ്കിൽ ഞാൻ കണ്ട കുറേ ആൾക്കാരുണ്ട്, ഇവരെ ഈ പ്രഷറിൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് ഹോബീസ് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. എൻ്റെ എക്സാമ്പിൾ, എൻ്റെ കോഴിക്കോടുകാരനുള്ള വിഷ്ണു H. പ്രസാദ്, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. അദ്ദേഹം ഇൻകം ടാക്സ് കമ്മീഷണറാണ്. എല്ലാ ദിവസവും അയാൾ ഓടക്കോയിൽ വായിച്ച് ഇടും. ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അയാൾ ജോലി അത്ര എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് പറ്റും. അല്ലാത്ത ആൾക്കാർക്ക്, ഒരു കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റില്ല. പിന്നെ രണ്ടാമത് അവന്യൂസ് എന്താണ്, പരാജയപ്പെട്ട ആൾക്കാർക്ക്. പല ആൾക്കാർ ഇതിൽ വരാത്ത, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു 10 ലക്ഷം ആൾക്കാർ എഴുതി ഓൾമോസ്റ്റ് 10 ലക്ഷം ആൾക്കാർ തോൽക്കണമെന്ന് തന്നെ വെക്കണം. കാരണം 1000 ചോടെ ആൾക്കാർക്ക് റിസൾട്ട് ഉള്ളൂ. പക്ഷേ ഈ 2 വർഷമായിട്ട് നമുക്ക് പ്രതിഭാ സേതു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർട്ടലുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ. ഇപ്പം ഇൻ്റർവ്യൂ വരെ എത്തി ജയിക്കാത്ത ആളുകൾക്ക് പ്രതിഭാ സേതു വഴി PSUകളിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും, ഞാൻ പറഞ്ഞ ശരാശരി 80,000, ഇതൊക്കെ ഈസിനെസ്സിന് പറയുന്നത് കേട്ടോ, എക്സാക്റ്റ് ഇതൊന്നുമില്ല, ഫിഗർ ഏതാണ്ട് ഇതേപോലത്തെ ഒരു ഫിഗറാണ്. 80,000 രൂപയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന പല ആളുകൾക്കും 90,000 1 ലക്ഷം രൂപ വരെ സാലറി ഇത് കിട്ടുന്നുണ്ട്. ജയിച്ചാളേക്കാൾ സാലറീഡ് ആയിട്ട് കയറുന്നുണ്ട്. സായി, അതുപോലെ മൈ ഭാരത് പോലത്തെ ഇതിലാണ് അവർക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു പോർട്ടലുണ്ട്. 2, സിവിൽ സർവീസിൻ്റെ സിലബസിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഗവൺമെൻറ് സെക്ടറിൽ നല്ലൊരു ജോലിയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBI ഗ്രേഡ് B. ഞാൻ പറഞ്ഞ 80,000 രൂപയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം കഴിഞ്ഞ മാസം ഞാൻ പരിചയപ്പെട്ട ഒരാളുണ്ട്, എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയ ആളാണ്. അദ്ദേഹത്തിന്, എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ 2.25 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ സാലറി. ഗവൺമെൻറ് സെക്ടറിലെ ഏറ്റവും വലിയ സാലറി. അദ്ദേഹം ഒരു സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആണ്. അതിൻ്റെ ബേസിലാണ് അയാൾ കയറിയത്. ഗ്രേഡ് B ഓൾമോസ്റ്റ് ഒരു 80-90% ആൾക്കാരും സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആണ് കയറുന്നത്. അതുപോലെ EPFO എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓൾമോസ്റ്റ് ഇതോ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതലും സാലറി ഉള്ള സാധനമാണ്. സെയിം ആണ്. EPFയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തൊഴിലായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളും കുറച്ച് കാര്യങ്ങൾ അതേപോലത്തെയാണ് വരുന്നത്. 2-3 ടോപ്പിക്കുകളാണ് അഡീഷണൽ പഠിക്കാനുള്ളത്. അഡീഷൻ ചെയ്താൽ കിട്ടും. പിന്നെ KS എടുത്ത് പരിശോധിക്കാം. ഓൾമോസ്റ്റ് ജനറൽ എന്ന് വെച്ചാൽ സ്ട്രീമുകളുണ്ടല്ലോ, പുറത്തുനിന്ന് ഫ്രഷ് ആയിട്ട് കയറുന്നതിൽ 99% സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആണ്. പിന്നെ ഒരു 10 ലക്ഷം പേര് തോറ്റിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അവർ എത്തിപ്പെട്ടുണ്ടാവും. അവർ കുറെ കാലം പഠിക്കും. സിവിൽ സർവീസ് പഠനം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. നമ്മൾ അക്കാഡമിക്കലി പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് അല്ലെ,
നമ്മുടെ സമയം ഏകദേശം ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. സാറിനോടുള്ളൊരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഏർലി ആയിട്ട് സിവിൽ സർവീസിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു അത്രയും അധികം ഈ രാജ്യത്തിന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റായിട്ട് പല പോളിസി മാറ്റേഴ്സിലും ഇടപെടാനും ഇൻപുട്ട് കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ കഴിയുന്നതും എത്ര ഏർലി ആയിട്ട് സർവീസിൽ കയറുന്നു എന്ന് പറയുന്നത് വളരെ എന്താണ് മാറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും സാർ ഒരുപാട് സന്തോഷം. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വളരെ ഇൻഫർമേറ്റീവായി കേരള കണക്റ്റിൽ സിവിൽ സർവീസ് രംഗത്തെ പുത്തൻ സാധ്യതകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ശ്രീ ഹരിഗോവിന്ദാണ്. നന്ദി സർ. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർക്കും കോളേഴ്സിനും മെസ്സേജ് അയച്ച പ്രിയപ്പെട്ടവർക്കും നന്ദി. താങ്ക് യു.